percentage. ഇനി നമ്മൾ ലിക്വിഡ്സ് ആൻഡ് സൊല്യൂഷൻസ് ലിക്വിഡ്സ് അല്ലെങ്കിൽ സൊല്യൂഷൻസിന്റെ കോമ്പോസിഷൻസ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ഡിഫറെന്റ് യൂണിറ്റ്സ് express the composition of liquids and solutions. So first of all, we need to understand what is a solution. A solution എന്ന് പറയുമ്പോൾ it's a homogeneous mixture of two or more substances. So solution is a homogeneous mixture of two or more substances. ഈ സൊല്യൂഷൻ മെയിൻലി കൺസിസ്റ്റ് ഓഫ് ടു കമ്പോണൻസ്. ഒന്ന് സൊല്യൂട്ടും ലിക്വിഡ് സൊല്യൂഷൻസ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ ഒരെണ്ണം സൊല്യൂട്ടും ഒന്ന് സോൾവെന്റ് എന്നും പറയും. അപ്പൊ ഈ സൊല്യൂട്ട് എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ ദ സ്മോളസ്റ്റ് എമൗണ്ട്, അതാണ് സൊല്യൂട്ട്. ഇപ്പൊ സോൾവെന്റ് എന്ന് പറയുമ്പോഴോ സബ്സ്റ്റൻസ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ ദി ലാർജർ എമൗണ്ട്. ഇപ്പൊ സൊല്യൂഷൻ ഈസ് എ ഹോമോജിനിയസ് മിക്സ്ചർ ഓഫ് ടു ഓർ മോർ സബ്സ്റ്റൻസസ്. അപ്പോൾ സൊല്യൂഷൻ വിൽ ബി ഹാവിംഗ് എ സൊല്യൂട്ട് കമ്പോണന്റ് ആൻഡ് ആസ് വെൽ ആസ് എ സോൾവെന്റ്. അപ്പം ഹൗ ഡു യു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദി സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്? സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ സബ്സ്റ്റൻസ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ ദ സ്മോളസ്റ്റ് എമൗണ്ട്. അതേപോലെ സോൾവെന്റ് എന്ന് പറയുമ്പോൾ സബ്സ്റ്റൻസ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ ദ ലാർജർ എമൗണ്ട്. സോ സൊല്യൂട്ടും സോൾവെന്റും കൂടെ ചേർന്നിട്ടാണ് സൊല്യൂഷൻ ഉണ്ടാകുന്നത്. ഇതിപ്പോ ഇത്ര എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി കോമ്പോസിഷൻ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഈ സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും ടേംസിലാണ് ഇക്വേഷൻ പറയുന്നത്. അപ്പൊ യു നീഡ് ടു ഹാവ് എ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ലൈക്ക് സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, സോൾവെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്. സോ അതിന്റെ വെയിറ്റ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് എടുത്ത് വെയിറ്റോ നമ്പർ ഓഫ് മോൾസോ ഒക്കെ എടുത്തായിരിക്കും നിങ്ങൾ ഈ സൊല്യൂഷന്റെ കോമ്പോസിഷൻ എക്സ്പ്രസ് ചെയ്യേണ്ടത്. സോ ഇപ്പം ഇത് ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് തന്നേക്കുക ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്. അതിനകത്ത് ഓരോ സൊല്യൂട്ടിന്റെ ഫേസും സ്റ്റേറ്റും സോൾവെന്റിന്റെ സ്റ്റേറ്റും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും ഒരു കോമൺ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഡ വാട്ടർ അല്ലെങ്കിൽ കാർബണേറ്റഡ് വാട്ടർ. അപ്പൊ അതിനകത്ത് സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ സോഡയാണ്, ദെൻ സോൾവെന്റ് എന്ന് പറയുമ്പോൾ അത് വാട്ടർ ആണ്, ലിക്വിഡ് ആണ്. So likewise you have various types of solutions. ഇനി നമുക്ക് സോളിബിലിറ്റിയുടെ പ്രിൻസിപ്പിൾ ജസ്റ്റ് സിലബസിൽ ഇല്ല, ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. ഇതെങ്ങനെയാന്ന് പറഞ്ഞാല് സോ നമ്മൾ കോമ്പോസിഷൻ എക്സ്പ്രസ് ചെയ്യുമ്പോൾ വി നീഡ് ടു ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദി സോളിബിലിറ്റി ഓൾസോ. സോ നമുക്ക് ഒരു സൊല്യൂട്ടിനെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എ സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. അപ്പം ഈ എത്ര സൊല്യൂട്ട് നമുക്ക് ഒരു സോൾവെന്റിലേക്ക് ആഡ് ചെയ്യാം എന്നുള്ളതിന് ഒരു ലിമിറ്റ് ഉണ്ട്. സോ there is a limit to the quantity of solute that dissolves in a specific quantity of solvent. But I don't know how many of you remember ഇന്നലെ നമ്മൾ ഒരു NaCl സോളിബിലിറ്റിയെ കുറിച്ച് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തു. അപ്പൊ അതിനകത്ത് ക്ലിയർലി പറഞ്ഞിട്ടുണ്ടായിരുന്നു the solubility of NaCl in water at 290 Kelvin is 39 kg per 100 kg എന്നോ അങ്ങനെ എന്താണ് പറഞ്ഞത്. അപ്പം അവിടെ സ്പെസിഫൈ ചെയ്തിരുന്നത് ടെമ്പറേച്ചർ സ്പെസിഫൈ ചെയ്തിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ടെമ്പറേച്ചർ അനുസരിച്ച് ഈ നമ്പറിലും വ്യത്യാസം വരും, സോളിബിലിറ്റി ഡിഫറെന്റ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂട്ടിന്റെ കണക്കിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പം ആക്ച്വലി ആ സൊല്യൂഷനിൽ എന്തുമാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ NaCl സൊല്യൂഷൻ തന്നെ നമ്മൾ എടുക്കുവാണെങ്കിൽ നമ്മൾ ഉപ്പ് വെള്ളത്തിൽ കലക്കുന്ന കേസ് ഒന്ന് എടുത്ത് നോക്കിയാൽ എന്ത് അവിടെ ആക്ച്വലി വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ ദ സൊല്യൂഷൻ ഈസ് there exists a dynamic equilibrium between solute particles in the solution and the undissolved solute. ഇപ്പൊ അൺഡിസോൾവ് സൊല്യൂട്ടും കാണും, ഡിസോൾവ് ചെയ്തിരിക്കുന്ന സൊല്യൂട്ട് NaCl കാണും. സൊല്യൂട്ട് ഇവിടുത്തെ കേസ് ഈ എക്സാമ്പിളിൽ NaCl ആണ്. അപ്പം NaCl ഡിസോൾവ് ആവാത്ത NaCl നിന്ന് കുറച്ച് മോളിക്യൂൾസ് വാട്ടറിലേക്ക് പോയി ഡിസോൾവ് ആവും. അവിടെ നിന്ന് ഡിസോൾവ് ആയ കുറച്ച് മോളിക്യൂൾസ് തിരിച്ചു വന്ന് അൺഡിസോൾവ്ഡ് സൊല്യൂട്ട്സിന്റെ കൂട്ടത്തിൽ ചേരും. അങ്ങനെ ഒരു ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ് അവിടെ കാണും. അപ്പൊ അവിടെ ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യും. സോ അതിന്റെ ബേസിസിൽ ഈ സൊല്യൂഷന്റെ സോളിബിലിറ്റിയുടെ ബേസിസിൽ നമുക്ക് ഇനി സൊല്യൂഷൻസിനെ തന്നെ 3 ടൈപ്സ് ആയിട്ട്
കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. സോ അതെന്ന് പറഞ്ഞാൽ വൺ ഈസ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, ഒന്ന് അൺസാച്ചുറേറ്റഡ് ആൻഡ് ദി അതർ വൺ ഈസ് സൂപ്പർ സാച്ചുറേറ്റഡ്. അപ്പൊ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ നമുക്ക് നോക്കാം എന്താന്ന്. സോ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് മാക്സിമം amount of a solute that will dissolve in a given solvent at a specific temperature. സോ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ സോൾവെന്റിന് സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യാനുള്ള അതിന്റെ മാക്സിമം കപ്പാസിറ്റി അറ്റൈൻ ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷനെയാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? ആർക്കെങ്കിലും പറയാമോ? സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ അത് സാച്ചുറേറ്റ് ആയി, ഇനി അതിനപ്പുറം ഡിസോൾവ് ചെയ്യാൻ പറ്റത്തില്ല സൊല്യൂട്ടിന്, സോൾവെന്റിന്. അപ്പം അതാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സൂപ്പർ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതേപോലെ ഒന്നാണ് അൺസാച്ചുറേറ്റഡ്. ഇപ്പൊ സൂപ്പർ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡിനെക്കാളും മുകളിലാണ്. മീൻസ് സാച്ചുറേഷൻ ലെവലും കഴിഞ്ഞിട്ടും പിന്നെയും അതിൽ എക്സ്ട്രാ സൊല്യൂട്ട്സ് ഉണ്ടെങ്കിൽ യു കോൾ ഇറ്റ് ആ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അൺസാച്ചുറേറ്റഡ് ആണെങ്കിൽ ആ സോൾവെന്റിന്റെ സോളിബിലിറ്റി ലിമിറ്റ് എത്തിയില്ല, ഇനിയും അതിന് സൊല്യൂട്ട്സിനെ ഡിസോൾവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവും. സോ ദാറ്റ് ഈസ് So that is this unsaturated and supersaturated solution is about. So unsaturated solution contains less solute than the solvent, and it has the less solute than the solvent has the capacity to dissolve at a specific temperature. But supersaturated contains more solute than is present in the saturated solution at a specific temperature. അപ്പൊ ഈ ടെമ്പറേച്ചർ വെച്ചിട്ടാണ് എപ്പോഴും സോളിബിലിറ്റി പറയുന്നത്. അപ്പം സൊല്യൂഷന്റെ അല്ലെങ്കിൽ ഒരു സോൾവെന്റിന്റെ സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുടെ ബേസിസിൽ നമുക്ക് സൊല്യൂഷൻസിനെ 3 ടൈപ്സ് ആയിട്ട് പറയാം. വൺ ഈസ് സാച്ചുറേറ്റഡ്, വൺ ഈസ് അൺസാച്ചുറേറ്റഡ് ആൻഡ് ദി അതർ വൺ ഈസ് third one is super saturated solution. Saturated എന്ന് പറയുമ്പോൾ സോൾവെന്റിന്റെ മാക്സിമം കപ്പാസിറ്റിയിൽ അത് ഡിസോൾവ് ചെയ്തിട്ടുണ്ട് സൊല്യൂട്ടിന് അറ്റ് വൺ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഇനി ടെമ്പറേച്ചർ മാറ്റിയാൽ കൂട്ടിക്കൊടുക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നെങ്കിൽ സോളിബിലിറ്റി അതനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. അപ്പൊ അത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിനെ വെച്ചാണ് പറയുന്നത്. അപ്പം അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ it contains less solute than has a capacity to dissolve at a specific temperature. ഇനിയും ആ സോൾവെന്റിന് സൊല്യൂട്ട്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അങ്ങനത്തെ ഉള്ള സൊല്യൂഷൻസിന് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അല്ലെങ്കിൽ സൊല്യൂട്ടിന്റെ എമൗണ്ട് ഭയങ്കര കുറവുള്ള സൊല്യൂഷൻ. സൂപ്പർ സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പം ആ സോൾവെന്റിന്റെ ഡിസോൾവിങ് കപ്പാസിറ്റിയെക്കാളും സൊല്യൂട്ട്സ് ആ സൊല്യൂഷനിലുണ്ട്. അപ്പം കുറെ സൊല്യൂട്ട്സ് ഡിസോൾവ് ആവാതെ ഈ സൊല്യൂഷനിൽ കാണും അറ്റ് സ്പെസിഫിക് ടെമ്പറേച്ചർ. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സോ ദാറ്റ് ഈസ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് വേരിയസ് different types of solutions based on the solubility. സോ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. നമുക്ക് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ നിന്ന് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാൻ, ക്രിസ്റ്റലൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻസിലേക്ക് വീണ്ടും സൊല്യൂട്ട്സ് ആഡ് ചെയ്താൽ അത് സീഡ് ക്രിസ്റ്റൽസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ കാണിച്ചേക്കുവാണ്. സോ ഇനി നമ്മുടെ സിലബസിലുള്ള കാര്യത്തിലേക്ക് വരുമ്പം യൂണിറ്റ്സ് ഓഫ് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് പെർസെൻറ്റേജ് ബൈ മാസ് പറയാം, പെർസെൻറ്റേജ് ബൈ വോളിയം പറയാം, പെർസെൻറ്റേജ് ബൈ മാസ് വോളിയം പറയാം. അപ്പൊ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. കുറെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ചിലപ്പോൾ അതിൽ മാസ് പെർസെൻറ്റേജ്, ചിലപ്പോൾ വോളിയം പെർസെൻറ്റേജ്, ചിലതിൽ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയും. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ്? വിൽ സി വൺ ബൈ വൺ. അപ്പം പെർസെൻറ്റേജ് ബൈ മാസ് എന്ന് പറയുമ്പം ശ്രദ്ധിക്കണം, ഈ ഇക്വേഷൻസിൽ നമ്മൾ 3 ടേം ആണ് ഇതുവരെ കണ്ടത്. ഒന്ന് സൊല്യൂട്ട്, ഒന്ന് സോൾവെന്റ് ആൻഡ് ദി അതർ വൺ ഈസ് സൊല്യൂഷൻ.
അപ്പൊ ഈ ഓരോ യൂണിറ്റ്സിലും ഇത് മൂന്നും മാറി മാറി വരും. അപ്പൊ ഏതാണെന്ന് സൊല്യൂഷൻ ഉള്ളിടത്ത് സോൾവെന്റ് എടുത്തിടരുത്, സോൾവെന്റ് ഉള്ളിടത്ത് സൊല്യൂഷൻ എടുത്തിടരുത്, മാറിപ്പോവരുത്. അപ്പൊ മാസ് പെർസെൻറ്റേജിലാണ് സ്പെസിഫൈ ചെയ്യുന്നതെങ്കിൽ കോമ്പോസിഷൻ, ഇറ്റ് ഈസ് grams of solute, mass of solute per 100 grams of solution. പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എപ്പോഴും 100-ലാണ്. അപ്പം എന്താണ് അവിടെ പെർസെൻറ്റേജിൽ പറയുന്നത്? സൊല്യൂട്ട്, എത്ര സൊല്യൂട്ട് ഉണ്ട് പെർ 100 gram ഓഫ് സൊല്യൂഷൻ. ഇങ്ങനെ എക്സ്പ്രസ് ചെയ്താൽ ദാറ്റ് ഈസ് പെർസെൻറ്റേജ് ബൈ മാസ്. ഇനി പെർസെൻറ്റേജ് ബൈ വോളിയം ആണെങ്കിൽ സൊല്യൂട്ടും സൊല്യൂഷനും തന്നെ വീണ്ടും അവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പൊ രണ്ടിന്റെയും യൂണിറ്റ്സ് വോളിയത്തിലാണ് പറയുന്നത്. മില്ലി ലിറ്റർ ഓഫ് അല്ലെങ്കിൽ വോളിയം ഓഫ് സൊല്യൂഷൻ ml ഓഫ് സൊല്യൂട്ട് പെർ 100 ml ഓഫ് സൊല്യൂഷൻ. അപ്പൊ ml ഓഫ് സൊല്യൂട്ട് പെർ 100 ml ഓഫ് സൊല്യൂഷൻ. രണ്ടും സൊല്യൂഷനും സൊല്യൂട്ടും എക്സ്പ്രസ് ചെയ്തേക്കുന്ന വോളിയത്തിന്റെ യൂണിറ്റിലാണ്, പെർസെൻറ്റേജ് ബൈ വോളിയത്തിൽ. പെർസെൻറ്റേജ് ബൈ മാസ് ആവുമ്പം രണ്ടിന്റെ യൂണിറ്റ്സ് മാസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി പെർസെൻറ്റേജ് ബൈ മാസ് വോളിയം ആവുമ്പം ഒരെണ്ണം മാസും ഒന്ന് വോളിയത്തിൽ. അപ്പൊ മാസ് ഏതിന്റെ ആയിരിക്കും? സൊല്യൂട്ടിൻ്റെത്, ഗ്രാംസ് ഓഫ് സൊല്യൂട്ട്. വോളിയത്തിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഏതാ? സൊല്യൂഷൻ. അപ്പം ഗ്രാംസ് ഓഫ് സൊല്യൂട്ട് പെർ 100 ml ഓഫ് സൊല്യൂഷൻ. അപ്പം പെർസെൻറ്റേജ് ബൈ മാസ് ചിലപ്പം പ്രോബ്ലത്തിൽ ഇത്ര പെർസെൻറ്റേജ് NaCl ഈസ് പ്രസന്റ് ഇൻ ദിസ് മച്ച് പെർസെൻറ്റേജ് ബ്രാക്കറ്റിൽ ബൈ മാസ് എന്ന് കാണും. അപ്പൊ അത് മാസ് പെർസെൻറ്റേജ് ആണെന്നും അതിൽ നിന്ന് എങ്ങനെയാണ് ഗ്രാംസ് ഓഫ് സൊല്യൂട്ട് എടുക്കേണ്ടതെന്നും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അത് ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ, ഇങ്ങനെയാണ് പെർസെൻറ്റേജ് ബൈ മാസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ബൈ വോളിയം എന്ന് അറിയാമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വാല്യൂസ് ഡെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. സോ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം, കാണാതെ പഠിക്കരുത്. പെർസെൻറ്റേജ് ബൈ മാസ് ആവുമ്പം സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ ആവുമ്പോൾ അതില് രണ്ട് സൊല്യൂട്ടും സൊല്യൂഷനും പറയുന്നത് മാസിന്റെ ടേംസിലാണ്. പെർസെൻറ്റേജ് ആയതുകൊണ്ട് പെർ 100 grams ഓഫ് സൊല്യൂഷൻ. പെർസെൻറ്റേജ് ബൈ വോളിയം ആവുമ്പോഴത്തേക്ക് മില്ലി ലിറ്റർ ഓഫ് സൊല്യൂട്ട് പെർ 100 ml ഓഫ് സൊല്യൂഷൻ. പെർസെൻറ്റേജ് ബൈ മാസ് വോളിയം ആവുമ്പോൾ ഗ്രാംസ് ഓഫ് സൊല്യൂട്ട് പെർ 100 ml ഓഫ് സൊല്യൂഷൻ. So these are the one way of expressing the units of concentration of solution. ഇനി അടുത്ത മൂന്നെണ്ണം എന്ന് പറഞ്ഞാൽ ഇത് വെരി കോമൺലി യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് ആണ്. മൊളാരിറ്റി, മൊളാലിറ്റി ആൻഡ് നോർമാലിറ്റി. മൊളാരിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ ആവുന്നത്. ഇത് മൂന്നും, ആദ്യത്തെ മൂന്നും പറഞ്ഞപ്പോൾ എല്ലാം സൊല്യൂട്ടും സൊല്യൂഷന്റെയും ടേംസിലായിരുന്നു, വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. മാസ് ആവുമ്പോൾ വെയിറ്റ്, വോളിയം ആവുമ്പോൾ ml, മാസ് വോളിയം ആവുമ്പോൾ ഒന്ന് വെയിറ്റും ഒന്ന് വോളിയം, അങ്ങനെ എടുത്ത് ചെയ്താൽ മതി. സൊല്യൂട്ടും സൊല്യൂഷനുമാണ് എല്ലാ കേസിലും വരുന്നത്. പക്ഷേ മൊളാരിറ്റിയിലോട്ട് വരുമ്പം അവിടെ ഇത് മൂന്നും വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മോൾസിലാ എക്സ്പ്രസ് ചെയ്യുന്നത്. സൊല്യൂട്ടിന്റെ നേരത്തെ വോളിയം മാസും ഒക്കെ പറഞ്ഞെടുത്ത് മൊളാരിറ്റി, മൊളാലിറ്റി, നോർമാലിറ്റി ഒക്കെ വരുമ്പോൾ മോൾസിന്റെ കേസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം മൊളാരിറ്റിയുടെ ഡെഫിനിഷൻ നോക്കുവാണെങ്കിൽ മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ, മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ക്യാപിറ്റൽ M എന്നാണ് അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ എന്താണ് മൊളാരിറ്റി? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അതാണ് മൊളാരിറ്റി. ഇറ്റ് ഈസ് വൺ വേ ഓഫ് എക്സ്പ്രസിംഗ് ദി കോമ്പോസിഷൻ. ഇനി മൊളാലിറ്റി എന്ന് പറയുമ്പോൾ മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് പെർ kg ഓഫ് സോൾവെന്റ്. മൊളാരിറ്റിയിൽ സൊല്യൂഷനും വോളിയം ഓഫ് സൊല്യൂഷൻ പറഞ്ഞു. മൊളാലിറ്റിയിൽ ന്യൂമറേറ്റർ സെയിം ആണ്, മോൾസ് ഓഫ് സൊല്യൂട്ട് തന്നെയാണ്. പക്ഷേ ഡിനോമിനേറ്റർ വന്നപ്പോൾ മാറി, കിലോഗ്രാംസ് ഓഫ് സോൾവെന്റ് ആയി. അപ്പൊ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ M ആണ്, മൊളാലിറ്റി. അപ്പൊ മൊളാലിറ്റി എന്ന് പറയുമ്പോൾ മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ kg ഓഫ് സോൾവെന്റ്, അവിടെ സൊല്യൂഷൻ എടുക്കരുത്. ഇനി നോർമാലിറ്റി, അടുത്തതെന്ന് പറഞ്ഞാൽ നോർമാലിറ്റി. നോർമാലിറ്റി എന്ന് പറയുമ്പോൾ ഇക്വലന്റ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അപ്പം ഈ മൊളാരിറ്റി പോലെയാണ് നോർമാലിറ്റി, പക്ഷേ ഇവിടെ മോൾസ് ആണ്, ഇവിടെ ഇക്വലന്റ് മോൾസ് ആണ്.
ഇപ്പം രണ്ടും സെയിം അല്ല, എഴുതിയത് മാറിപ്പോയതും വെറുതെ ഒരു സെപ്പറേറ്റ് ടെർമിനോളജി യൂസ് ചെയ്തിരിക്കുന്നതുമല്ല, രണ്ടും രണ്ടാണ്. വീൽ സി ഇൻ ദി അപ്കമിങ് സ്ലൈഡ്സ് ഈ മോൾസും ഇക്വലന്റ് മോൾസും എന്താണെന്നുള്ളത് വീൽ സി. അപ്പം ഐ റിപ്പീറ്റ് വൺസ് അഗെയിൻ. സോ പെർസെൻറ്റേജ് ബൈ മാസ് എന്ന് പറയുമ്പോൾ ഗ്രാംസ് ഓഫ് സൊല്യൂട്ട് പെർ 100 grams ഓഫ് സൊല്യൂഷൻ. ഇനി പെർസെൻറ്റേജ് ബൈ വോളിയം ആണെങ്കിൽ ml ഓഫ് സൊല്യൂട്ട് പെർ 100 ml ഓഫ് സൊല്യൂഷൻ. പെർസെൻറ്റേജ് ബൈ മാസ് വോളിയം ആവുമ്പോൾ ഗ്രാംസ് ഓഫ് സൊല്യൂട്ട് പെർ 100 ml ഓഫ് സൊല്യൂഷൻ. ആ മൂന്ന് കേസിലും നമുക്ക് സൊല്യൂട്ടും സൊല്യൂഷനും മാത്രം മതി. പക്ഷെ മൊളാലിറ്റി നോർമാലിറ്റി പറയുമ്പോൾ സൊല്യൂട്ടും സോൾവെന്റും സൊല്യൂഷനും ഒക്കെ പറയണം. അപ്പൊ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അത് റിലേറ്റ് ചെയ്യുന്ന സൊല്യൂട്ടിനെയും സൊല്യൂഷനെയാണ്. അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ? മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. നേരത്തെ പെർസെൻറ്റേജ് ബൈ മാസ് വോളിയം ഒക്കെ പറഞ്ഞ പോലെ തന്നെ സൊല്യൂട്ടും സൊല്യൂഷനും ആണ്. വോളിയം ഒന്നും അല്ല, മോൾസ് ആണ്. നോർമാലിറ്റി ഇതിൽ മൂന്നിലും മോൾസിന്റെ കേസിലാണ് പറയുന്നത്. അപ്പൊ മൊളാരിറ്റി എന്ന് പറയുമ്പോൾ മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. മൊളാലിറ്റി എന്ന് പറയുമ്പോൾ മോൾസ് ഓഫ് സൊല്യൂട്ട് തന്നെയാണ് ന്യൂമറേറ്റർ, പക്ഷേ ഡിനോമിനേറ്റർ വന്നിട്ട് കിലോഗ്രാംസ് ഓഫ് സോൾവെൻ. നോർമാലിറ്റി എന്ന് പറയുമ്പോൾ ഇക്വലന്റ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. നോർമാലിറ്റിയും മൊളാരിറ്റിയും ഏതാണ്ട് ഡെഫിനിഷനിൽ സെയിം ആണ്, പക്ഷെ ഒരു ഡിഫറൻസേ ഉള്ളൂ. ഒന്നില് മൊളാരിറ്റിയിൽ വെറും മോൾസും നോർമാലിറ്റി വരുമ്പോൾ ഇക്വലന്റ് മോൾസും ആണ്. സോ ദാറ്റ് ഈസ് ഡിഫറെന്റ്. വാട്ട് ഈസ് ഇക്വലന്റ് മോൾസ്? അത് നമുക്ക് ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് ഇൻ ദി സ്ലൈഡ്സ്. ഓക്കെ, നെക്സ്റ്റ് PPT. സോ PPT എന്ന് പറയുമ്പോൾ പാർട്സ് പെർ 1000 ആണ്. സോ വാട്ട് ഈസ് PPT? PPT എന്ന് പറയുമ്പോൾ ഗ്രാംസ് ഓഫ് സൊല്യൂട്ട്. ഇവിടെ വീണ്ടും ഗ്രാംസ് ആയി. ഈ മൊളാലിറ്റി നോർമാലിറ്റിയിൽ മാത്രമേ ഉള്ളൂ മോൾസ്, ബാക്കി എല്ലാത്തിലും മാസും വോളിയോ ആണ്. സോ PPT പാർട്സ് പെർ 1000 ആണ്. ഗ്രാംസ് ഓഫ് സൊല്യൂട്ട് പെർ 1000 grams ഓഫ് സൊല്യൂഷൻ. വീണ്ടും സൊല്യൂട്ടും സൊല്യൂഷന്റെ ടേംസിൽ വന്നു. PPM എന്ന് പറയുമ്പോൾ പാർട്സ് പെർ മില്യൺ ആണ്. അപ്പൊ ഗ്രാംസ് പെർ സൊല്യൂട്ട് പെർ മില്യൺ ഗ്രാംസ് ഓഫ് സൊല്യൂഷൻ. PPB എന്ന് പറയുമ്പോൾ ഗ്രാംസ് ഓഫ് സൊല്യൂട്ട് പെർ ബില്യൺ ഗ്രാം ഓഫ് സൊല്യൂഷൻ. പാർട്സ് പെർ 1000, പാർട്സ് പെർ മില്യൺ, പാർട്സ് പെർ ബില്യൺ. അപ്പൊ വളരെ ചെറിയ കോൺസെൻട്രേഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള മൂന്ന് ടേംസ് ആണ് PPT, PPM, PPB. നമുക്കറിയാം ഹെവി മെറ്റൽസിന്റെ ഒക്കെ പ്രസൻസ് നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറിലൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര PPM, PPB ആ ഒരു ലെവലിൽ അത്രയും ചെറിയ കോൺസെൻട്രേഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലാസ്റ്റ് പറഞ്ഞ 3 യൂണിറ്റ്സ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ഇനി next is molarity wheel. What is equivalent moles? സോ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം, അപ്പം ഈ കോൺസെപ്റ്റ് ക്ലിയർ ആവും. ഇക്വലന്റ് മോൾസും പ്രോബ്ലത്തിലൂടെ ഐ എക്സ്പ്ലെയിൻ ഇറ്റ് ടു യു. തിയറി ക്ലിയർ ആയ ഒരുവിധം? കുറച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പറയണേ.
ഒരു 2 minutes ഞാനിപ്പോ ക്വസ്റ്റ്യൻ തരാം. So before that, okay. So question ഇതാണ്, 98 grams എല്ലാവരും ഒന്ന് എഴുതി എടുത്തോണേ. 98 grams of sulfuric acid H2SO4 എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. 98 grams of sulfuric acid are dissolved in water to prepare 1 liter of solution. 1 liter of solution. Find normality and molarity of solution. So 98 grams of sulfuric acid is dissolved in water to prepare 1 liter of solution. Now find normality and molarity of solution. ഇതാണ് question. Okay. So question കിട്ടുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് വേണം നമ്മളത് സോൾവ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത്. ഞാൻ എപ്പോഴും നമ്മളുടെ സ്റ്റുഡൻസിനോട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, യു സ്പെൻഡ് മോർ ടൈം ഓൺ അണ്ടർസ്റ്റാൻഡിങ് ദ ക്വസ്റ്റ്യൻ ആൻഡ് സ്പെൻഡ് ലെസ് ടൈം ഓൺ സോൾവിങ് ദാറ്റ്. എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ കറക്റ്റ് മനസ്സിലായെങ്കിൽ നമുക്ക് കുറച്ച് ടൈം കൊണ്ട് ഈസി ആയിട്ട് അത് സോൾവ് ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ മനസ്സിലാവാതെ ചെയ്താണ് ഈ സമയം പോകുന്നത്. ക്വസ്റ്റ്യൻ കറക്റ്റ് വായിച്ച് ടൈം എടുത്ത് മനസ്സിലാക്കി വായിക്കുക, എന്നിട്ട് യു ട്രൈ ടു സോൾവ് ഇറ്റ്. യു ക്യാൻ സോൾവ് ഇറ്റ് ഈസിലി. അപ്പം ഇവിടെയും നമ്മള് ഒരു ബേസിസ് എടുത്ത്, എപ്പോഴും ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ ഒരു ബേസിസ് എടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞാൽ ഏത് കണക്കിന്റെ ഇതിലാണ് നമ്മൾ ഈ കാൽക്കുലേഷൻസ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെയും 1 liter ഓഫ് സൊല്യൂഷൻ ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ 1 liter സൊല്യൂഷന്റെ കണക്കിന് തന്നെ നമുക്ക് ഈ ന്യൂമറിക്കൽ വാല്യൂസ് എല്ലാം പറയാം. സോ അതാണ് നമ്മുടെ ബേസിസ്. അപ്പം ഇവിടെ ഡിസോൾവ് ചെയ്തിരിക്കുന്ന സൾഫ്യൂരിക് ആസിഡിന്റെ എമൗണ്ട് ഓഫ് H2SO4 ഡിസോൾവ് എന്ന് പറയുമ്പോൾ 98 grams ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഈ മൊളാരിറ്റി നോർമാലിറ്റി ഒക്കെ വരുമ്പം എന്തായാലും നമുക്ക് മോളിക്യുലാർ വെയിറ്റ് വേണം. മോളിക്യുലാർ വെയിറ്റ് ഓഫ് H2SO4 ഉണ്ട്. അപ്പൊ മോളിക്യുലാർ വെയിറ്റ് ഓഫ് H2SO4 ഒന്ന് കണ്ടുപിടിച്ചേ. ഹൈഡ്രജന്റെ എത്ര മോളിക്യുലാർ വെയിറ്റ്? 2 moles ഓഫ് ഹൈഡ്രജൻ ഉണ്ട്, 2 നമ്പർ ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 2 into വാട്ട് ഈസ് ദ മോളിക്യുലാർ വെയിറ്റ് ഓഫ് 1 ഹൈഡ്രജൻ? എത്രയാ? 1. 2 into 1 plus
ഒരു സൾഫറേ ഉള്ളൂ. അപ്പൊ സൾഫറിന്റെ മോളിക്യുലർ വെയിറ്റ് എത്രയാ? 42. എത്രയാ? 32. പ്ലസ് ഓക്സിജൻ എത്ര ഉണ്ട്? 4 ഓക്സിജൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഓക്സിജന്റെ എത്രയാ? 4 into 16. അപ്പൊ ഇതൊന്ന് സോൾവ് ചെയ്തേ. അപ്പൊ എത്ര കിട്ടി നോക്കി? 98. അപ്പൊ ഇത് ഇനി ഇത് സൾഫ്യൂരിക് ആസിഡിന്റെ ഒരു പ്രോബ്ലം വരുമ്പോൾ ഈ നമ്പർ അങ്ങ് പഠിച്ചേക്കണം. 98 ആണ് മോളിക്കുലാർ വെയിറ്റ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് എന്നുള്ളത്. ഇങ്ങനത്തെ കോമൺ ആയിട്ടുള്ള കെമിക്കൽസിന്റെ എല്ലാം ജസ്റ്റ് അങ്ങ് ബൈ ഹേർട്ട് ചെയ്ത് വെച്ചേക്കണം. ഇത് സൾഫ്യൂരിക് ആസിഡിന് കാണുമ്പോഴേ 98 ആണ് അതിന്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് നമുക്ക് അപ്പോഴേ മനസ്സിലേക്ക് വരണം. ഇനി നമുക്ക് ഇത്രയും നമ്മൾ ഡേറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്തു. ഇനി നമുക്ക് തിരിച്ചു ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നോർമാലിറ്റി ആൻഡ് മൊളാരിറ്റി. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോർമാലിറ്റി സോൾവ് ചെയ്യാം. അപ്പൊ നമ്മള് നോർമാലിറ്റി കണ്ടുപിടിക്കുകയാണ്. നോർമാലിറ്റിയുടെ ഡെഫിനിഷൻ എന്തുവായിരുന്നു? Equivalent moles of solute dissolved per എന്തുവായിരുന്നു? liter of solution. ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അത് തന്നെയാണ് മൊളാരിറ്റിയുടെ ഡിനോമിനേറ്റർ സെയിം ആണ്, പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അപ്പൊ നമുക്ക് ഇവിടെ ഈ സാധനമാണ് കുറച്ച് കൺഫ്യൂസിങ്. നമ്പർ ഓഫ് മോൾസ് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈസിയാണ്. വെയിറ്റ് ബൈ മോളിക്കുലാർ വെയിറ്റ്, ഗിവൺ വെയിറ്റ് ബൈ മോളിക്കുലാർ വെയിറ്റ്. ഇപ്പൊ ഇവിടെ നമ്പർ ഓഫ് മോൾസ് വേണമെങ്കിൽ നമുക്ക് ഈ വെയിറ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയായിരുന്നു? ക്വസ്റ്റ്യനില് 98 grams ആണ്. 98/98 ആണ് മോളിക്കുലാർ വെയിറ്റ്. 1 എന്ന് കിട്ടും. പക്ഷെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് അല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് ഇക്വലന്റ് മോൾസ് ആണ്. അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരും കൂടെ പറയും. ചില ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗ്രാം ഇക്വലൻസ് എന്ന് പറയും. ഗ്രാം ഇക്വലൻസ് എന്നും പറയാറുണ്ട്. ഇക്വലന്റ് മോൾസ് ഓർ ഗ്രാം ഇക്വലൻസ്. അപ്പൊ ഇത് കണ്ടുപിടിക്കണം നമുക്ക്. ഇപ്പൊ ഗ്രാം ഇക്വലൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇക്വലന്റ് വെയിറ്റ് വേണം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നമുക്ക് വെയിറ്റ് മതിയായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ഇക്വലന്റ് വെയിറ്റ് വേണം ഗ്രാം ഇക്വലൻസ് കണ്ടുപിടിക്കണമെങ്കിൽ. അപ്പൊ ഇക്വലന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ മോളിക്കുലാർ വെയിറ്റ് ബൈ വാലൻസി ആവാം ഫോർ യൂഷ്വൽ കോമ്പൗണ്ട്സ്. അല്ലെങ്കിൽ ആസിഡ്സും ബേസസ് ഒക്കെ ആവുമ്പം number of H plus ions or OH minus ions. So molecular weight by valency or number of H plus or OH minus ions. ഇങ്ങനെയാണ് ഇക്വലന്റ് വെയിറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുമ്പോൾ 98 ആണ്. ഡിനോമിനേറ്ററിൽ നമുക്ക് ഇത് ആസിഡ് ആണ്. H2SO4 ഈസ് ആൻ ആസിഡ്. അപ്പൊ അതിന് 2 പ്രോട്ടോൺസ് 2H plus ions ആണ് ഉള്ളത്. അപ്പം ഇവിടുത്തെ ഡിനോമിനേറ്ററിൽ അല്ലെങ്കിൽ എൻ ഫാക്ടർ എന്നാണ് നമ്മൾ ജനറലി പറയാറുള്ളത്. അതിന് എൻ ഫാക്ടർ എന്നാ പറയാറുള്ളത്. മോളിക്കുലാർ വെയിറ്റ് ബൈ എൻ ഫാക്ടർ എന്നാ പറയാറുള്ളത്. അപ്പൊ ഈ കേസിൽ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2 ആണ്. 2H plus ions ആണ് ഉള്ളത്. അപ്പം ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 49. അപ്പം എങ്ങനെയാണ് നമുക്ക് മോൾസ് കണ്ടുപിടിക്കാൻ വെയിറ്റ് മതിയായിരുന്നു. പക്ഷേ ഇക്വലന്റ് മോൾസ് അല്ലെങ്കിൽ ഗ്രാം ഇക്വലൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വെയിറ്റിന് പകരം ഇക്വലന്റ് വെയിറ്റ് വേണം. ഇക്വലന്റ് വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ വെയിറ്റ് ബൈ എൻ ഫാക്ടർ. എൻ ഫാക്ടർ എന്ന് എഴുതാം. ബൈ എൻ ഫാക്ടർ. ഈ എൻ ഫാക്ടർ
എൻ ഫാക്ടർ ഇനി എങ്ങനെയാണ് എൻ ഫാക്ടർ ഓരോന്നിനും എടുക്കുന്നത്? അപ്പം ആസിഡ്സ് ആണെങ്കിൽ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എച്ച് പ്ലസ് അയോൺസ്. രണ്ട്, ബേസസ് ആണെങ്കിൽ നമ്പർ ഓഫ് OH മൈനസ് അയോൺസ്. മൂന്നാമത് അതർ കോമ്പൗണ്ട്സ് ആണെങ്കിൽ വാലൻസി. വാട്ട് ഈസ് ദ വാലൻസി? അതാണ് അയൺ ഫാക്ടർ നമ്പർ ആയിട്ട് കൊടുക്കേണ്ടിയുള്ളത്. സ്പീഡ് എങ്ങാനും കൂടി പോകുന്നെങ്കിൽ പറയണേ. ഇക്വലന്റ് മോൾസ് കണ്ടുപിടിക്കാൻ ഇക്വലന്റ് വെയിറ്റ് കണ്ടുപിടിക്കണം. ഇക്വലന്റ് വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മോളിക്കുലാർ വെയിറ്റ് ബൈ എൻ ഫാക്ടർ ആണ്. അപ്പൊ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആസിഡ്സ് ആണെങ്കിൽ നമ്പർ ഓഫ് എച്ച് പ്ലസ് അയോൺസ്, ബേസസ് ആണെങ്കിൽ നമ്പർ ഓഫ് OH മൈനസ് അയോൺസ്, അല്ലെങ്കിൽ വേറെ കോമ്പൗണ്ട്സ് ആണെങ്കിൽ അതിന്റെ ബാലൻസി എത്രയാണ് അതാണ് എടുക്കുന്നത്. സോ ഇവിടുത്തെ കേസിൽ ഇത്രയും ക്ലിയർ ആയോ? ബാക്കി പ്രൊസീഡ് ചെയ്യാവോ? ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? പ്രൊസീഡ് ചെയ്യാലോ അല്ലേ? ഓക്കെ. ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ചോദിക്കണേ. അപ്പം ഈ കേസിൽ ഇക്വലന്റ് വെയിറ്റ്, ഈ ക്വസ്റ്റ്യനിൽ ഇക്വലന്റ് വെയിറ്റ് എടുക്കുവാണെങ്കിൽ ഫോർമുല വെച്ചിട്ട് മോളിക്കുലാർ വെയിറ്റ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് 98 ആണ്. അപ്പം എൻ ഫാക്ടർ എത്രയാണ്? എൻ ഫാക്ടർ എടുക്കാൻ സൈഡിൽ എഴുതുവാണേ. എൻ ഫാക്ടർ ഓഫ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എച്ച് പ്ലസ് അയോൺസ് ആസിഡ് ആയതുകൊണ്ട് അപ്പം ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 ഹൈഡ്രജൻ H പ്ലസ് അയോൺസ് ഉണ്ട്. സോ അപ്പം എൻ ഫാക്ടർ ഹിയർ ഈസ് 2. അപ്പം ഇതിന്റെ ഇക്വലന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 49 ഗ്രാംസ് എടുക്കാം. ഗ്രാംസ് എന്ന് പറയാം 49 ഗ്രാംസ് പെർ ഗ്രാം മോൾസ്. ഇനി നമുക്ക് ഇക്വലന്റ് വെയിറ്റ് കണ്ടുപിടിച്ചാൽ നെക്സ്റ്റ് വേണ്ടത് ഇക്വലന്റ് മോൾസ് അല്ലെങ്കിൽ ഗ്രാം ഇക്വലൻസ്. നെക്സ്റ്റ് വേണ്ടത് ഇക്വലന്റ് മോൾസ് ഓർ ഗ്രാം ഇക്വലൻസ്. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ വെയിറ്റ് divided by equivalent weight. So number of gram equivalents is molecular weight illa weight by equivalent weight. നേരത്തെ നമ്മളെ നമ്പർ ഓഫ് മോൾസിന്റെ ഇക്വേഷനിൽ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു വെയിറ്റ് ബൈ മോളിക്കുലാർ വെയിറ്റ്. അപ്പോൾ ഇക്വലന്റ് മോൾസ് എന്ന് പറയുമ്പോൾ വെയിറ്റ് ബൈ ഇക്വലന്റ് വെയിറ്റ്, മോളിക്കുലാർ വെയിറ്റിന് പകരം നിങ്ങൾ എടുക്കേണ്ടത് ഇക്വലന്റ് വെയിറ്റ് ആണ്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കണം. അപ്പം മൊളാരിറ്റി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഗ്രാം നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ വെയിറ്റ് ബൈ മോളിക്കുലാർ വെയിറ്റ് ആണ്. ഗ്രാം ഇക്വലൻസ് പറയുമ്പോഴത്തേക്ക് ഇക്വലന്റ് വെയിറ്റ് ബൈ വെയിറ്റ് ബൈ ഇക്വലന്റ് വെയിറ്റ് ആണ്. സോ ഇക്വലന്റ് വെയിറ്റ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ മോളിക്കുലാർ വെയിറ്റ് ബൈ എൻ ഫാക്ടർ. എൻ ഫാക്ടർ നമ്മൾ കണ്ടു. ആസിഡ്സിനാണെങ്കിൽ എച്ച് പ്ലസ് അയോൺസിന്റെ നമ്പർ എത്രയാണ് ആസിഡിലുള്ളത് അതാണ് എൻ ഫാക്ടർ. ബേസസ് ആണെങ്കിൽ നമ്പർ ഓഫ് OH മൈനസ് അയോൺസ് ആണ്. അല്ല വേറെ കോമ്പൗണ്ട്സ് ആണ് ആസിഡ്സും ബേസസും അല്ലെങ്കിൽ അതിന്റെ ബാലൻസി എത്രയാണോ അതാണ് നമ്മൾ എടുക്കേണ്ട എൻ ഫാക്ടർ. അപ്പൊ അങ്ങനെ ഇക്വലന്റ് വെയിറ്റ് കണ്ടുപിടിച്ചു. അപ്പൊ ഇക്വലന്റ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ബൈ ഇക്വലന്റ് വെയിറ്റ്. നമ്പർ ഓഫ് മോൾസ് സാധാ നോർമൽ മോൾസ് ആണെങ്കിൽ വെയിറ്റ് ബൈ മോളിക്കുലാർ വെയിറ്റ്. അപ്പം ഈ കേസിൽ നോക്കുവാണെങ്കിൽ ഗ്രാം ഇക്വലൻസ് പറയുമ്പോൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 98 ഗ്രാംസ് ആണ് തന്നിരുന്ന വെയിറ്റ് ബൈ ഇക്വലന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 49 ആണ്. ഇതെന്ന് പറഞ്ഞാൽ എത്രയാ? എത്രയാണ് 49? 2. ഓക്കെ. അപ്പം ഇതുവരെ എല്ലാവരും ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണേ.
ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ഒരൊറ്റ പ്രോബ്ലം മനസ്സിലാക്കിയാൽ പിന്നെ ബാക്കിയെല്ലാം സ്വന്തമായിട്ട് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അപ്പം ഇവിടെ നോർമാലിറ്റി കണ്ടുപിടിക്കണമായിരുന്നു. നോർമാലിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വലന്റ് മോൾസ് ബൈ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണ്. അപ്പം ഇനി നമുക്ക് ഇക്വലന്റ് മോൾസ് കണ്ടുപിടിക്കണം. ഇക്വലന്റ് മോൾസ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഗ്രാം ഇക്വലൻസ് എന്ന് പറയും. അതിന് വേണ്ടിയിട്ട് ഇക്വലന്റ് വെയിറ്റ് വേണം. നമ്പർ സാധാ മോൾസ് കണ്ടുപിടിക്കാൻ മോളിക്കുലർ വെയിറ്റ് മതിയായിരുന്നു. പക്ഷെ ഇക്വലന്റ് വെയിറ്റ് ഇക്വലന്റ് മോൾസ് അല്ലെങ്കിൽ ഗ്രാം ഇക്വലൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വലന്റ് വെയിറ്റ് വേണം. സോ ഇക്വലന്റ് വെയിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണോ കമ്പോണന്റിന്റെ മോളിക്കുലർ വെയിറ്റ് ഡിവൈഡഡ് ബൈ എൻ ഫാക്ടർ. എൻ ഫാക്ടർ ആസിഡ്സിനും ബേസിസിനും അതർ കോമ്പൗണ്ട്സിനും നമ്മൾ കണ്ടു. ഇനി ഇക്വലന്റ് വെയിറ്റ് കിട്ടിയാൽ ഇക്വലന്റ് മോൾസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ വെയിറ്റ് ബൈ ഇക്വലന്റ് വെയിറ്റ്. സാധാ മോൾസ് ആണെങ്കിൽ മോളിക്കുലർ വെയിറ്റ് ബൈ മോളിക്കുലർ വെയിറ്റ്. സോ അങ്ങനെ ഇവിടെ നമ്മൾ ഇക്വലന്റ് മോൾസ് കണ്ടുപിടിച്ചു. ഇത്രയും വരെ ക്ലിയർ ആയോ എല്ലാവർക്കും? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമുക്ക് നോർമാലിറ്റി കണ്ടുപിടിക്കാം. സോ നോർമാലിറ്റി ക്യാപിറ്റൽ എൻ ആണ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. സോ എന്താണ് ഗ്രാം ഇക്വലൻസ്, നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഓർ equivalent moles, number equivalent moles divided by volume of solution or liter of solution. ഇപ്പം gram equivalence നമുക്ക് ഇവിടെ കിട്ടിയത് 2 ആണ്. What is the volume of solution here? സൊല്യൂഷന്റെ വോളിയം എത്രയാ? 1 liter. 1 liter by 1. That is 2 normal. ഈ സൊല്യൂഷന്റെ നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ 2 ആണ്. അല്ലെങ്കിൽ നമ്മൾ പറയും ഇറ്റ്സ് എ 2 നോർമൽ സൊല്യൂഷൻ. എല്ലാവരും ജസ്റ്റ് നോക്കണേ. ഇക്വലന്റ് വെയിറ്റ്, ഇക്വലന്റ് മോൾസ്, ഇക്വലന്റ് വെയിറ്റ്, എൻ ഫാക്ടർ, പിന്നെ നോർമാലിറ്റി. ഓക്കെ, ഇനി മൊളാരിറ്റി കണ്ടുപിടിക്കാം. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സിമ്പിൾ ആണ്. ക്യാപിറ്റൽ എം ആണ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. നമ്മൾ കണ്ടു മോൾസ് ഓഫ് സൊല്യൂട്ട്. ഇവിടെ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ H2SO4 ആണ്. ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് അല്ലെങ്കിൽ പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ എന്നാണ്. അപ്പം മോൾസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. അപ്പൊ ഇവിടെ മോൾസ് കണ്ടുപിടിക്കാൻ മോൾസ് ഈക്വൽ ടു വെയിറ്റ് ബൈ മോളിക്കുലാർ വെയിറ്റ് ആണ്. വെയിറ്റ് 98 തന്നെയാണ്. മോളിക്കുലാർ വെയിറ്റ് 98 ആണ്. അപ്പം 1 ആണ്. 1 മോൾ ആണ് ആൻസർ, നമ്പർ ഓഫ് മോൾസ്. അപ്പം മൊളാരിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് 1 divided by liter of solution, 1 liter ആണ്. So 1 molar solution. Clear ആയോ? മൊളാരിറ്റി സിമ്പിൾ ആണ്. നോർമാലിറ്റിയിൽ മാത്രമേ കൺഫ്യൂഷൻ വരേണ്ട കേസ് ഉള്ളൂ. ക്ലിയർ ആയോ? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ ആർക്കെങ്കിലും? ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പറയണേ. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാമോ? ഓക്കെ. സോ നെക്സ്റ്റ് ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾ തനിയെ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചു നോക്കണേ. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് 20 gram ഓഫ് caustic soda is dissolved in water
to prepare 500 ml of solution. Find the normality and molarity of solution. 20 gram of caustic soda is dissolved in water to prepare 500 ml of solution. Find the normality and molarity of the solution. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ എഴുതി കഴിയുമ്പോ ഒന്ന് പറയണേ. കഴിഞ്ഞ മിസ്. ഓക്കെ, ഇവിടെ ഈ ക്വസ്റ്റ്യന് ഭയങ്കര സിമ്പിൾ ആണ്. നമ്മൾ ചെയ്ത പോലെ ഇക്വേഷൻ ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. പക്ഷെ ഇവിടെ ഉള്ള ഇഷ്യൂ എന്ന് പറഞ്ഞത് ഇതാ, ഇതിന്റെ ഫോർമുല തന്നിട്ടില്ല. അപ്പൊ സൾഫ്യൂരിക് ആസിഡ് ആകുമ്പോ നമുക്കറിയാം. അപ്പൊ കോസ്റ്റിക് സോഡ എന്ന് പറഞ്ഞാൽ എന്തോ ആർക്കെങ്കിലും അറിയാവോ? എന്തോ സാധനം? NaOH ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡിനെ പറയുന്ന വേറൊരു പേരാണ് കോസ്റ്റിക് സോഡ എന്നുള്ളത്. അപ്പൊ ഈ പേരും ഈ ഫോർമുലയാണ് ഈ പേരെന്നുള്ളതെന്ന് അറിയത്തില്ലെങ്കിൽ നമുക്ക് ബാക്കി എന്തറിയാനിട്ടും കാര്യമില്ല. അപ്പൊ ഇങ്ങനത്തെ കോമൺ ടെർമിനോളജീസ് ഉണ്ട്. ചില ഇതൊക്കെ കോമൺ കെമിക്കൽസ് ആണ്. NaOH എന്നൊക്കെ പറയുമ്പോൾ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. അപ്പൊ സോഡിയം കോസ്റ്റിക് സോഡ എന്ന് പറയുമ്പോൾ NaOH ആണ് എന്ന് മനസ്സിലാക്കിക്കോണം. ഓക്കെ, അപ്പൊ NaOH അറിയാമെങ്കിലേ നമുക്ക് മോളിക്യുലർ വെയിറ്റും ഇക്വലന്റ് വെയിറ്റും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഫോർമുല അറിഞ്ഞില്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ വൺസ് ഫോർമുല അറിയാമെങ്കിൽ നെക്സ്റ്റ് എടുക്കേണ്ട നമ്മൾ ബേസിസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബേസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കണക്കിനാണ് ഈ നമ്പേഴ്സ് പറയുന്നത് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് 500 ml ഓഫ് സൊല്യൂഷന്റെ കണക്കിലാണ് ഈ നമ്പേഴ്സ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യന് ചെയ്ത പോലെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിച്ചേ. ഒരു 3 minutesനുള്ളിൽ യു ട്രൈ ടു സോൾവ് ദിസ് പ്രോബ്ലം. ആക്ച്വലി 3 minutes ഒന്നും വേണ്ട. ഞാൻ ഐ വിൽ ബി ബാക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞോ? ആൻസർ
ആർക്കെങ്കിലും നോർമാലിറ്റി മൊളാരിറ്റി ഒക്കെ എത്ര കിട്ടി? 1 തന്നെ കിട്ടി. അപ്പൊ മോളിക്കുലർ വെയിറ്റ് ഓഫ് NaOH എത്രയായിരുന്നു? 40. സോഡിയത്തിന്റെ മോളിക്കുലർ വെയിറ്റ് എത്രയാ? 23. 23 പ്ലസ് ഓക്സിജന്റെ എത്രയാ? 16 പ്ലസ് 1 40 ആണ് ഇതിന്റെ മോളിക്കുലർ വെയിറ്റ്. അപ്പം പിന്നെ ഇക്വലന്റ് വെയിറ്റ് അപ്പൊ എങ്ങനെയാ? മോളിക്കുലർ വെയിറ്റ് ബൈ എൻ ഫാക്ടർ ആണ്. മോളിക്കുലർ വെയിറ്റ് എത്രയാ? 40 ഡിവൈഡഡ് ബൈ എൻ ഫാക്ടർ എത്രയാ? 1. അപ്പൊ ഇക്വലന്റ് വെയിറ്റും മോളിക്കുലർ വെയിറ്റും സെയിം ആണ്. അപ്പം ഇക്വലന്റ് വെയിറ്റും മോളിക്കുലർ വെയിറ്റും സെയിം ആയാലും നമ്പർ ഓഫ് മോൾസും നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് അല്ലെങ്കിൽ ഇക്വലന്റ് മോൾസ് സെയിം ആവത്തില്ലേ? ഇല്ലേ? വെയിറ്റ് ബൈ മോളിക്കുലർ വെയിറ്റ് എന്നുള്ളതല്ലേ ഇവിടെ ഇക്വലന്റ് വെയിറ്റും സെയിം മോളിക്കുലർ വെയിറ്റും സെയിം ആ. അപ്പം നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഇക്വലന്റ് മോൾസ് ആവത്തില്ലേ? ഓക്കെ. അപ്പം മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നോർമാലിറ്റി ആവും. ഇത് ഒരു ഷോർട്ട് കട്ട് ആണ്, അത് ഓർത്ത് വെച്ചോണം. എൻ ഫാക്ടർ 1 ആവുന്ന കേസിൽ മൊളാരിറ്റി വിൽ ബി ഈക്വൽ ടു നോർമാലിറ്റി. അപ്പൊ ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി, അടുത്തതിന്റെ ആൻസറും അതായിരിക്കും. അത് എന്താണ് അത് ആവാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ്, എൻ ഫാക്ടർ 1 ആവുമ്പോൾ ഇക്വലന്റ് വെയിറ്റ് ഈക്വൽ ടു മോളിക്കുലർ വെയിറ്റ് ആവും. അപ്പൊ നമുക്ക് ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി, ദ ആൻസർ വിൽ ബി സെയിം. ഇനി നെക്സ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് തരാം. ഇത് എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ? ആർക്കെങ്കിലും ഇനി ഇത് എക്സ്പ്ലെയിൻ ചെയ്യണോ ഡീറ്റെയിൽ ആയിട്ട്? ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണോ? വേണമെങ്കിൽ പറയണേ. ഓക്കെ, റെസ്പോൺസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് വേണ്ട എന്നുള്ള അസംഷൻ ഐ ആം മൂവിങ് ഫോർവേഡ്. ഇനി നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് grams of HCl needed to prepare 1 liter 2 normal HCl solution. അപ്പം നോർമാലിറ്റി തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെയിറ്റ് ആണ്. എത്ര HCl വേണം എന്നാണ്. ഇപ്പൊ നമ്മൾ ചെയ്തതിന്റെ റിവേഴ്സ് ബാക്ക് കാൽക്കുലേഷൻ പോലെ ചെയ്യണം. നോർമാലിറ്റി വോളിയം തന്നിട്ടുണ്ട്, വെയിറ്റ് കണ്ടുപിടിക്കണം. എത്ര വെയിറ്റ് ഓഫ് HCl ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ടു ഒബ്റ്റെയിൻ 1 ലിറ്റർ ആൻഡ് 2 നോർമൽ സൊല്യൂഷൻ. ഒന്ന് തനിയെ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചേ.
ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടിയ ആർക്കെങ്കിലും വെയിറ്റ് എത്ര വെയിറ്റ് വേണം എന്നുള്ളത് കിട്ടിയെങ്കിൽ പറയണേ. ഇത്രയും ടൈം നമുക്ക് ആദ്യമായിട്ടായോണ്ടായിരിക്കും എടുക്കുന്നത്. പക്ഷേ ഇത് സോൾവ് ചെയ്തിട്ട് 2 മിനിറ്റ്സിനുള്ളിൽ ചെയ്യേണ്ട സിറ്റുവേഷനിലേക്ക് വരണം. അപ്പൊ നമുക്ക് ഇവിടെ ബേസിസ് നമ്മൾ 1 ലിറ്റർ 2 നോർമൽ HCl സൊല്യൂഷൻ ആണ് നമ്മുടെ ബേസിസ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഉള്ളത്. അപ്പൊ അതിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ഇത് പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ നോർമാലിറ്റി 2n എന്ന് തന്നാൽ ഇത് വേറൊരു ഇതാണ്. ഈ 2n ആണ് ക്വസ്റ്റ്യനില് ഞാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് 2 നോർമൽ സൊല്യൂഷൻ. പക്ഷെ അല്ല, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ക്വസ്റ്റ്യനെ കാണുന്നത്? 5 grams of HCl needed to prepare 1 liter 2n HCl സൊല്യൂഷൻ. അപ്പം ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ അത് നോർമാലിറ്റിയുടെ ഇൻഡിക്കേറ്റർ, നോർമാലിറ്റിയെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലെറ്റർ ആണ് ക്യാപിറ്റൽ N എന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ നോർമാലിറ്റി കണ്ടുപിടിച്ചു. ഇവിടെ നോർമാലിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ ഇപ്പൊ നമ്മൾ HCl എന്ന് പറയുമ്പോൾ 1 ലിറ്റർ ഓഫ് സൊല്യൂഷനിൽ HCl ആഡ് ചെയ്യുമ്പോൾ മനസ്സിലായിക്കോണം HCl സൊല്യൂട്ടും റിമൈനിങ് വാട്ടർ സോൾവെന്റും ആയിരിക്കും. അപ്പം സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ HCl ആണ്. അപ്പൊ ആദ്യമേ നമുക്ക് നോർമാലിറ്റി തന്നതുകൊണ്ട് നോർമാലിറ്റിയുടെ ഇക്വേഷൻ എഴുതാം. ഗ്രാം ഇക്വലൻസ് അല്ലെങ്കിൽ ഇക്വലന്റ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് ആണ്. ഇപ്പം ml തന്നിരിക്കുവാണെങ്കിൽ അതിൽ ലിറ്റേഴ്സിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മൾ ഇവിടെ ഇടാനായിട്ട്. അപ്പൊ നമുക്ക് നോർമാലിറ്റി തന്നിട്ടുണ്ട് 2. ഗ്രാം ഇക്വലൻസ് എത്രയാണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇക്വലന്റ് മോൾസ് അല്ലെങ്കിൽ ഗ്രാം ഇക്വലൻസ് അറിയത്തില്ല. ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 1 ലിറ്ററിന്. അപ്പൊ അത് നമ്മൾ എടുക്കുക 1. അപ്പം ഇക്വലന്റ് മോൾസ് അല്ലെങ്കിൽ ഗ്രാം ഇക്വലൻസ് എന്ന് പറയുമ്പോൾ 2 into 1 equal to 2 ആണ്. ഇനി വേറൊരു കേസ്, ഈ ക്വസ്റ്റ്യനിൽ HClന്റെ n ഫാക്ടർ എല്ലാ കോമ്പൗണ്ട്സും തരുമ്പോൾ നമ്മൾ ഫസ്റ്റ് n ഫാക്ടർ ഒന്ന് നോക്കണം. എന്ന് പറഞ്ഞാൽ n ഫാക്ടർ 1 ആണെങ്കിൽ ഇക്വലന്റ് വെയിറ്റ് മോളിക്യുലാർ വെയിറ്റ് 1 ആണെന്ന് നമുക്ക് എടുത്ത് ബാക്കി ഈസി ആയിട്ട് പ്രൊസീഡ് ചെയ്താൽ മതി. അപ്പൊ HCl എടുക്കുമ്പോൾ ഇതിനകത്തുള്ളത് ഒരു H+ അയോൺ ആണ്. സോ n ഫാക്ടർ എന്ന് പറയുമ്പോൾ 1 ആണ്. അങ്ങനെ ആ ഒരു കേസ് ആയതുകൊണ്ട് എന്ത് ചെയ്യാം? ഇക്വലന്റ് വെയിറ്റ് ഈസ് ഈക്വൽ ടു മോളിക്യുലാർ വെയിറ്റ് എന്ന് എടുക്കാമല്ലോ. Equivalent weight equal to molecular weight, that is equal to HCl molecular weight എത്രയാണ്? HCl ഒരു ഹൈഡ്രജൻ 1 പ്ലസ് ക്ലോറിന്റെ എത്രയാ? 35.5. 35.5, 36.5, 36.5. അപ്പൊ ഗ്രാം ഇക്വലൻസിൽ പറഞ്ഞുകൊണ്ട് ഗ്രാം പെർ ഗ്രാം മോൾസ് ആണ് യൂണിറ്റ്സ് വരുന്നത്. So 36.5 ആണ് ഇക്വലന്റ് വെയിറ്റും, ദാറ്റ് ഈസ് ഈക്വൽ ടു മോളിക്യുലർ വെയിറ്റ്. ഇനി നമുക്ക് അപ്പം ഈ വെയിറ്റ് ഓഫ് ഇനി വേണ്ടത് വെയിറ്റ് ഓഫ് HCl കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും?
ഗ്രാം ഇക്വലൻസിന്റെ ഇക്വേഷൻ എന്തോന്നാ? ഗ്രാം ഇക്വലൻസിന്റെ ഇക്വേഷൻ എന്തോന്നാണ്? weight by molecular വെയിറ്റ് ബൈ ഗ്രാം ഇക്വലൻസിന്റെ equivalent ഇക്വേഷൻ ആണ് ഇക്വലന്റ് വെയിറ്റ്. അപ്പം ഇവിടെ ഇക്വലന്റ് വെയിറ്റ് മോളിക്കുലാർ വെയിറ്റ് നമ്മൾ ഇനിയിപ്പോ ഇക്വലന്റ് വെയിറ്റ് ഒന്നും കണ്ടുപിടിക്കാൻ പോണ്ട. മോളിക്കുലാർ വെയിറ്റ് തന്നെയാണ് ഇക്വലന്റ് വെയിറ്റ്. അപ്പം വെയിറ്റ് ബൈ മോളിക്കുലാർ വെയിറ്റ് ഇട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ? സോറി, ഗ്രാം ഇക്വലൻസിന് ഉണ്ട്. നമ്മുടെ ഗ്രാം ഇക്വലൻസ് എത്രയാ ഇവിടെ? LHS എത്ര വരും? ഗ്രാം ഇക്വലൻസ് ഉണ്ടോ നമുക്ക് ഇവിടെ? ഇല്ല. ഗ്രാം ഇക്വലൻസ് ഇല്ലേ? അതാണ് ഇക്വലന്റ് മോൾസ്. നമ്മൾ ഇവിടെ ആദ്യം കണ്ടുപിടിച്ചില്ലേ? 36. നമ്മൾ 2 ആണ്. ഈ ഇക്വേഷൻ ഞാൻ ഇവിടെ മോഡിഫൈ ചെയ്തതാ. ഗ്രാം ഇക്വലൻസ് ആണ് എന്താണ് ഇക്വലന്റ് മോൾസും. അത് രണ്ട് സെയിം ആണ്. അപ്പൊ ഇക്വലന്റ് മോൾസ് ഈക്വൽ ടു വെയിറ്റ് ബൈ ഇക്വലന്റ് വെയിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ n ഫാക്ടർ 1 ആയതുകൊണ്ട് ഇക്വലന്റ് മോൾസ് അല്ലെങ്കിൽ ഗ്രാം ഇക്വലൻസ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ബൈ ഇക്വലന്റ് വെയിറ്റിന് പകരം മോളിക്കുലാർ വെയിറ്റ് ഇടാം. അപ്പൊ നമുക്ക് ഇക്വലന്റ് മോൾസ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ആദ്യമേ കണ്ടുപിടിച്ചു. നോർമാലിറ്റിയുടെ ഡെഫിനിഷനിൽ നിന്ന് ഇക്വലന്റ് മോൾസ്, ഗ്രാം ഇക്വലൻസ് അല്ലെങ്കിൽ ഇക്വലന്റ് മോൾസ് 2 ആണ് നമ്മൾ ഇവിടെ ആദ്യമേ കണ്ടുപിടിച്ചു. അപ്പൊ 2 ഈസ് ഈക്വൽ ടു വെയിറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയുള്ളത്. ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് മോളിക്കുലാർ വെയിറ്റ് എത്രയാണ്? 36.5. സോ വെയിറ്റ് ഓഫ് ആസിഡ് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ 36.5 into 2. That is equal to എത്രയാ? 73 grams. ഇത് ക്ലിയർ ആയോടെ? എനിക്ക് നിങ്ങളുടെ റെസ്പോൺസ് കേട്ടിട്ട് ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആവുന്ന പോലെ തോന്നുന്നു. നിങ്ങൾക്ക് ആവുന്നുണ്ടോ? അതെ, ക്ലിയർ ആണോ? എങ്കിലും കൺഫ്യൂസിങ് ആണെങ്കിൽ ഒന്ന് പറയണേ. ഇക്വലന്റ് മോൾസും ഗ്രാം ഇക്വലൻസ് എന്ന് പറയുന്നതും ഒരേ സംഭവത്തിന് ഈ പേര് പറയുന്നത്. ഗ്രാം ഇക്വലന്റ് എന്നും ഇക്വലന്റ് മോൾസും എന്നും ഒക്കെ ടെർമിനോളജി യൂസ് ചെയ്യുന്നത്. അപ്പം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വെയിറ്റ് ബൈ മോളിക്കുലാർ വെയിറ്റും, ഇക്വലന്റ് മോൾസ് അല്ലെങ്കിൽ ഗ്രാം ഇക്വലൻസ് കണ്ടുപിടിക്കാനായിട്ട് വെയിറ്റ് ബൈ ഇക്വലന്റ് വെയിറ്റും ആണ്. ഇക്വലന്റ് വെയിറ്റ് കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ മോളിക്കുലാർ വെയിറ്റ് ഡിവൈഡഡ് ബൈ n ഫാക്ടർ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇത് സോൾവ് ചെയ്ത് നമുക്കിപ്പം കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ 73 grams ആണ്. അപ്പം നമ്പർ ഓഫ് ഫൈൻ ഗ്രാംസ് ഓഫ് HCl നീഡഡ് ടു പ്രിപ്പയർ 1 liter ഓഫ് 2 നോർമൽ HCl സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1 liter ഓഫ് 2 നോർമൽ HCl സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 73 grams ഓഫ് HCl ആണ് ആഡ് ചെയ്യേണ്ടിയുള്ളത്. സോ ഇത് ഓക്കെ ആണോ ഈ പ്രോബ്ലം? ഓക്കെ ആണോ? Okay, miss. ഓക്കെ. ഇനി വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാം. The concentration of an aqueous solution of acetic acid is specified as 30% on weight basis. Find the molality of the solution. The concentration of an aqueous solution of acetic acid is specified as 30% on weight basis. Find the molarity of the solution.
ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയ? ഒരു അസറ്റിക് ആസിഡ് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ പറഞ്ഞേക്കുക, കോമ്പോസിഷൻ പറഞ്ഞേക്കുക 30% ഓൺ വെയിറ്റ് ബേസിസ്. നമ്മൾ ആദ്യം ഞാൻ ആ PPT പറഞ്ഞു പെർസെൻറ്റേജ് ബൈ മാസ്, പെർസെൻറ്റേജ് ബൈ വോളിയം, പെർസെൻറ്റേജ് ബൈ മാസ് വോളിയം. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ബൈ മാസ് ആണ് ഈ കണക്കെന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാല് 100 kilograms ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിൽ 30 kilograms ആണ് അസറ്റിക് ആസിഡ് ആൻഡ് റിമൈനിങ് ഈസ് അക്വസ് സൊല്യൂഷൻ ആയതുകൊണ്ട് വാട്ടർ ആണ് എന്നാണ് നിങ്ങളുടെ ഇതിൽ നിന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ബേസിസ് പറയാം. എത്ര ബേസിസിലാന്നുള്ളത്? 100 kilogram ഓഫ് സൊല്യൂഷൻ ആണ് ബേസിസ് പറയുന്നത്. അപ്പൊ 100 kilogram സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഓൺ എ മാസ് ബേസിസ് ആയതുകൊണ്ട് ഇവിടെ എത്ര അസറ്റിക് ആസിഡ് കാണും? അസറ്റിക് ആസിഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 100 kg grams of solute per 100 grams of solution ആണ് നമ്മൾ മാസ് പെർസെൻറ്റേജ് ബൈ മാസ് പറഞ്ഞത്. അപ്പം 100 kg സൊല്യൂഷൻ ഉണ്ടെങ്കിൽ 30% വെയിറ്റ് ബേസിസിൽ കോമ്പോസിഷൻ എക്സ്പ്രസ് ചെയ്ത എത്ര അസറ്റിക് ആസിഡ് ഉണ്ടാവും ഈ 100 kg ഓഫ് സൊല്യൂഷനിൽ? എത്ര? 30 kg. അപ്പം എമൗണ്ട് ഓഫ് സോൾവെന്റ് അല്ലെങ്കിൽ വാട്ടർ എത്രയായിരിക്കും? എത്രയായിരിക്കും? 70 kg. അപ്പൊ ടോട്ടൽ 30% ഓൺ വെയിറ്റ് ബേസിസ് എന്ന് പറയുമ്പോൾ 100 kg സൊല്യൂഷൻ എടുക്കുവാണെങ്കിൽ അതിൽ 30 kg സൊല്യൂട്ട്, അതായത് അസറ്റിക് ആസിഡ് ഇവിടെ, പിന്നെ ബാക്കി സോൾവെന്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ്, ബാക്കി 70 kg വാട്ടർ ആയിരിക്കും. ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഡേറ്റ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടിയുള്ളത് ഈ ഒരു ക്വസ്റ്റ്യനില്. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദി മൊളാലിറ്റി ഓഫ് ദി സൊല്യൂഷൻ ആണ്. അപ്പൊ മൊളാലിറ്റിയുടെ ഡെഫിനേഷൻ എഴുതുക. മൊളാലിറ്റി ഡിനോട്ട് ചെയ്യുന്ന സ്മോൾ ലെറ്റർ എമ്മിലാണ്, മൊളാലിറ്റി ആവുമ്പോൾ ക്യാപിറ്റൽ എം ആണ്. അപ്പൊ മൊളാലിറ്റി എന്ന് പറഞ്ഞാല് മോൾസ് ഓഫ് സൊല്യൂട്ട്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ അസറ്റിക് ആസിഡ് ആണ് സൊല്യൂട്ട്, ഡിവൈഡഡ് ബൈ പെർ kg ഓഫ് സോൾവെന്റ്. ഡിനോമിനേറ്റർ വ്യത്യാസമുണ്ട് മൊളാലിറ്റിയുടെ നോർമാലിറ്റിയുടെ. എന്ന് പറഞ്ഞാൽ മോൾസ് ഓഫ് അസറ്റിക് ആസിഡ് പെർ kg കിലോഗ്രാം ഓഫ് സോൾവെന്റ് ആണ് നമുക്ക് വേണ്ടിയുള്ളത്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം മോൾസ് കണ്ടുപിടിക്കണം. kg ഓഫ് സോൾവെന്റ് നമ്മുടെ ഉണ്ട് 70 kg ഓഫ് സോൾവെന്റ് ആണെന്നുള്ള മോൾസ് ഓഫ് അസറ്റിക് ആസിഡ് ആണ് കണ്ടുപിടിക്കേണ്ടിയുള്ളത്. അപ്പൊ മോൾസ് ഓഫ് അസറ്റിക് ആസിഡ് വേണമെങ്കിൽ മാസ് ഓഫ് അസറ്റിക് ആസിഡ് നമുക്ക് ഇവിടെ ഉണ്ട് 30 kg. മോളിക്യുലർ വെയിറ്റ് ഓഫ് അസറ്റിക് ആസിഡും ഉണ്ട്. അപ്പൊ ക്വസ്റ്റ്യനിൽ അസറ്റിക് ആസിഡിനെ പറഞ്ഞിട്ടുള്ളൂ, അതിന്റെ ഫോർമുല തന്നിട്ടില്ല. അപ്പൊ അസറ്റിക് ആസിഡിന്റെ ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കണം. അസറ്റിക് ആസിഡിന്റെ ഫോർമുല എന്ന് പറയുമ്പം CH3COOH ആണ് അസറ്റിക് ആസിഡിന്റെ ഫോർമുല. അപ്പൊ ഇതിന്റെ മോളിക്യുലർ വെയിറ്റ് നമുക്കൊന്ന് എസ്റ്റിമേറ്റ് ചെയ്യാം. കാർബണിന്റെ മോളിക്യുലർ വെയിറ്റ് എത്രയാ? കാർബണിന്റെ മോളിക്യുലർ വെയിറ്റ് എത്ര? 12. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഇവിടെ എത്ര കാർബൺ? 2 കാർബൺ പ്ലസ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ എത്ര ഉണ്ട്? 3 പ്ലസ് 4 into 1 പ്ലസ് ഓക്സിജൻ 2 ഇൻറ്റു എത്രയെന്ന് ഒരു ഓക്സിജന്റെ മോളിക്യുലർ വെയിറ്റ് എത്ര? 60. ഇത് ഇത്രയും സം ചെയ്യുമ്പോ എത്ര കിട്ടും നോക്കിയേ. എത്ര? 60. മോളിക്യുലർ വെയിറ്റ് ഓഫ് അസറ്റിക് ആസിഡ് 60. അപ്പൊ ആ സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ 98, HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിൽ 36.5,
അസറ്റിക് ആസിഡ് ആണെങ്കിൽ 6 ഇങ്ങനത്തെ കോമൺ കോമ്പൗണ്ട്സിന്റെ എല്ലാം പിന്നെ എഴുതി ചെയ്ത് അത്രയും ടൈം കൂടെ സ്പെൻഡ് ചെയ്യാൻ നിൽക്കേണ്ട, മനസ്സിലാക്കി അതും ഓർത്ത് വെച്ചിരുന്നാൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇനി നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. അപ്പൊ നോക്കി, മൊളാരിറ്റിയുടെ ഡെഫിനിഷനിൽ മോൾസ് ഓഫ് അസറ്റിക് ആസിഡ് ആണ്, കിലോ മോൾസ് അല്ല. ഞാൻ ഇന്നലെ ഒരു ഡെഫിനിഷൻ, മോളിക്കുലാർ വെയിറ്റിന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോ അതിനകത്ത് പറഞ്ഞിരുന്നു ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാം പെർ ഗ്രാം മോൾസും ആവാം, ഓർ കിലോഗ്രാം പെർ കിലോഗ്രാം മോൾസും ആവാം. അപ്പൊ നമ്മള് ഇതിപ്പം അസറ്റിക് ആസിഡ് ഞാനിപ്പോ കിലോഗ്രാം പെർ കിലോഗ്രാം മോൾസ് ആണെങ്കിൽ എനിക്ക് മാസും കിലോഗ്രാംസിലാണ് ഈ ക്വസ്റ്റ്യൻ 30 കിലോഗ്രാംസ് ആയതുകൊണ്ട് ഇത് വെച്ച് മോൾസ് കണ്ടുപിടിച്ചാൽ കിലോ മോൾസ് എന്ന് കിട്ടും. പിന്നെ അതിനെ മോൾസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതിന് പകരം ഞാൻ ആദ്യമേ തന്നെ വെയിറ്റ് എടുക്കുന്നത് ഗ്രാംസിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ മോളിക്കുലാർ വെയിറ്റ് ഗ്രാം പെർ ഗ്രാം മോൾസിൽ പറഞ്ഞാൽ മതി. അപ്പൊ ഇവിടെ 30 എമൗണ്ട് ഓഫ് അസറ്റിക് ആസിഡ് എന്ന് പറയുമ്പോ 30 kg ആണ്. എനിക്ക് നമ്പർ ഓഫ് മോൾസ് ഗ്രാം മോൾസ് മതി, അതുകൊണ്ട് ഇതിന് ഗ്രാംസിലേക്ക് കൺവേർട്ട് ചെയ്യാം. 30 into 10 raised to minus into 10 raised to 3 grams. അപ്പം ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാം പെർ ഗ്രാം മോൾസ് ആണ്. ഇപ്പൊ എമൗണ്ട് ഓഫ് അസറ്റിക് ആസിഡ് കിട്ടി, മോളിക്കുലാർ വെയിറ്റ് മാസ് ഓഫ് അസറ്റിക് ആസിഡും മോളിക്കുലാർ വെയിറ്റും കിട്ടി. ഇനി നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു മാസ് എന്ന് പറയുന്നത് 30 into 10 raised to 3 ബൈ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 60. ഇത് എത്രയും ചെയ്യുമ്പോൾ എത്ര കിട്ടും? എത്ര കിട്ടും? 500 മോൾസ്. ഇനി ഇത് അഥവാ കെ ജിയിലിട്ടാണ്, ഒന്ന് ശ്രദ്ധിക്കണേ, നിങ്ങൾ ഇത് ഈ കൺവേർഷൻ ചെയ്തില്ല, നിങ്ങൾ കെ ജിയിലിട്ട് ചെയ്തു, അപ്പോഴും മോളിക്കുലാർ വെയിറ്റ് കെ ജിയിലിട്ടാണ് ചെയ്യുന്നതെങ്കിൽ മോളിക്കുലാർ വെയിറ്റ് 60 തന്നെയാണ്, അതിനൊരു വ്യത്യാസവും ഇല്ല. ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ് കിലോഗ്രാം പെർ കിലോഗ്രാം മോൾസിലും സെയിം വാല്യൂ തന്നെ വരും. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടിടത്തും കൺവേർഷൻ ഫാക്ടർ സെയിം ആണ്. 10 raised to 3 by 10 raised to 3 വന്ന് 1 തന്നെ വരും. അപ്പൊ 60 തന്നെയാണ് ആൻസർ. അപ്പൊ കിലോഗ്രാംസിൽ ഇട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടും 30/60. അപ്പം 30/60 ആകുമ്പോ എത്ര കിട്ടും? എത്ര? 0.5 കിലോ മോൾസ് അല്ലേ? ആണല്ലേ? 0.5 അല്ലേ? അതെ മിസ്. അതെ. ഓക്കെ, ഇത് റെസ്പോണ്ട് ചെയ്യണേ. അപ്പൊ 0.5 കിലോ മോൾസ് ആണ്. അപ്പം 0.5 കിലോ മോൾസിനെ പിന്നെ മോൾസിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി, ഇൻറ്റു 10 raised to 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 500 മോൾസ്. കണ്ടോ, രണ്ട് കേസിലെ ആൻസർ സെയിം ആ വരുന്നത്. ഇതിപ്പം ആദ്യമേ ഇട്ടങ്ങ് ചെയ്താലും പിന്നെ കൺഫ്യൂസിങ് അല്ല. ചിലപ്പോൾ നിങ്ങൾ ഈ കിലോഗ്രാംസിൽ ഇട്ട് ചെയ്ത് കിട്ടുന്ന ഈ 0.5 എടുത്തായിരിക്കും നിങ്ങൾ അറിയാതെ മൊളാലിറ്റിയുടെ ഇക്വേഷനിൽ ഇടുന്നത്. അങ്ങനെ 0.5 എടുത്തിട്ടാൽ ആൻസർ തെറ്റും. കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ, മൊളാലിറ്റിയുടെ ഡെഫിനിഷനിൽ മോൾസ് എന്നേ പറയുന്നുള്ളൂ, കിലോ മോൾസ് എന്നല്ല. അപ്പം യു ഹാവ് ടു പുട്ട് ദ നമ്പർ ഓഫ് മോൾസ്, നോട്ട് കിലോ മോൾസ്. മോൾസിന്റെ ഇത് പറയണം, മോൾസിൽ പറയണം, കിലോ മോൾസിൽ പറയരുത്. അപ്പൊ അതാണ് അതിനകത്ത് ഇരിക്കുന്ന ഒരു എന്താണ് നമുക്ക് ഒരു കണ്ണിങ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ ഈ കൺവേർഷൻ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് അസിറ്റിക് ആസിഡ് ആണ്, കിലോ മോൾസ് ഓഫ് അസിറ്റിക് ആസിഡ് അല്ല സൊല്യൂട്ട് ആണ്, കിലോ മോൾസ് ഓഫ് സൊല്യൂട്ട് അല്ല. അപ്പം അത് ഈ കിലോഗ്രാംസിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് അയ്യോ ഭയങ്കര സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടി എന്ന് പറഞ്ഞ് പെട്ടെന്ന് ചെയ്യും,
0.5 ഇവിടെ ആൻസർ കിട്ടും. ഈ 0.5 എടുത്ത് അതിനകത്തോട്ട് ഇട്ടിട്ട് ബാക്കി ചെയ്യും, ആൻസർ തെറ്റും, മാർക്ക് പോകും. അപ്പം അങ്ങനത്തെ മിസ്റ്റേക്സ് വരുത്തരുത്. അതുകൊണ്ട് മൊളാലിറ്റി കണ്ടാൽ കിലോഗ്രാംസിൽ കിടന്ന് അത് ഗ്രാംസിലോട്ട് ആക്കി ആദ്യമേ അങ്ങ് കൺവേർഷൻ ചെയ്ത് ചെയ്യണം. അപ്പം പിന്നെ അത് മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഇല്ല. മറ്റേത് നമ്മൾ മിസ്റ്റേക്ക് വരുത്തും. അപ്പൊ ഇത് മൊളാലിറ്റി ക്ലിക്ക് ചെയ്യുമ്പോഴേ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ഇത് ക്ലിക്ക് ചെയ്തോണം ഈ ഒരു പോയിന്റ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് മൊളാലിറ്റി കണ്ടുപിടിക്കാം. എല്ലാ പാരാമീറ്റേഴ്സുമായി മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 500 ആണ് പെർ കെ ജി ഓഫ് സോൾവെന്റ്. അപ്പൊ ഇവിടെ എത്ര കെ ജി ഉണ്ട് സോൾവെന്റിന്റെ? എത്ര കെ ജി? എത്ര? 70 കിലോഗ്രാം ഓഫ് സോൾവെന്റ് ആണുള്ളത്. അപ്പൊ 500 മോൾസ് ഓഫ് അസിറ്റിക് ആസിഡ് പെർ 70 kg ഓഫ് സോൾവെന്റ്. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോ എത്ര കിട്ടും? അതെ, 7.142 will be the answer. അപ്പൊ അത് ക്ലിയർ ആയ? ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പ്രോബ്ലംസ് ഈസിയാണ്, പക്ഷെ ഇതില് ഇൻഹെറന്റ് ആയിട്ട് മിസ്റ്റേക്സ് വരുത്താനുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതും വെറും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിലൊന്നാണ് ഞാനിപ്പം പറഞ്ഞ ഈ കിലോഗ്രാംസിൽ നിന്നുള്ള ഗ്രാംസിലേക്കുള്ള കൺവേർഷൻ ചെയ്തില്ലെങ്കിൽ ഇതിൽ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ്. അപ്പൊ അതൊന്നും വരാതെ ശ്രദ്ധിക്കാം. ഇനി നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. ഇതെല്ലാവർക്കും ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് പറയണേ. സോ എ സൊല്യൂഷൻ എന്താണ്? ക്ലിയർ ആയോ? ക്ലിയർ ആയി മിസ്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സൊല്യൂഷൻ ഓഫ്, വീണ്ടും അടുത്ത ക്വസ്റ്റ്യനിൽ പറയുക കോസ്റ്റിക് സോഡ. A solution of caustic soda contains 20% NaOH by weight. Taking density of the solution as 1.196 kilogram per liter, find the normality, molarity and molality of the solution. A solution of caustic soda contains 20% NaOH by weight. Taking density of the solution as 1.196 kilograms per liter, find the normality, molarity and molality of the solution. അപ്പം കോസ്റ്റിക് സൊല്യൂഷൻ ഓഫ്, പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ സൊല്യൂഷൻ ഓഫ് കോസ്റ്റിക് സോഡ എന്ന് പറഞ്ഞാലും പിന്നെ 20% NaOH എന്ന് തന്നിട്ടുണ്ട്. അപ്പം കോസ്റ്റിക് സോഡ ഒന്നും NaOH വേറൊന്നും ആണെന്ന് വിചാരിക്കരുത്. NaOH തന്നെയാണ് കോസ്റ്റിക് സോഡ. ഈ NaOH സൊല്യൂഷനിൽ 20% ആണ് NaOH ബൈ വെയിറ്റ് പെർസെൻറ്റേജിലാണ് പറയുന്നത്. അപ്പം വെയിറ്റ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ 100 kilograms ഓഫ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ 20 kilograms NaOHഉം ബാക്കി 80 kilograms സോൾവെന്റും ആണെന്ന് മനസ്സിലാക്കിക്കോണം. അപ്പൊ നമുക്ക്
ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴേ ഈ പെർസെൻറ്റേജ് ബൈ വെയിറ്റ് ഒക്കെ പറയുമ്പോൾ നമുക്ക് വേറെ സൊല്യൂഷന്റെ കണക്കൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അപ്പോഴേ നമ്മൾ അസ്യൂം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ 100 കിലോഗ്രാം സൊല്യൂഷൻ ആണുള്ളത്. 100 കിലോഗ്രാം സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിൽ 20 കിലോഗ്രാംസ് NaOH ആയിരിക്കും, ബാക്കി 80 കിലോഗ്രാം ആണ് സോൾവെന്റ്. അത് വാട്ടർ, ഈ കേസിൽ വാട്ടർ ആയിരിക്കണം. സോ 80 kg ആണ് വാട്ടർ ഉള്ളത്. അപ്പം ഇനി നമ്മളോട് മൊളാലിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുവരെ ചെയ്ത ഒരു ഇത് വെച്ചിട്ട് നമുക്ക് അറിയാം നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇഫ് n ഫാക്ടർ ഈക്വൽ ടു 1. അപ്പൊ നമ്മൾ ഇത് ഒരെണ്ണം ചെയ്താൽ മതിയാന്ന് പെട്ടെന്ന് നോക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നോർമാലിറ്റി മൊളാരിറ്റി സെയിം ആയിരിക്കും n ഫാക്ടർ 1 ആണെങ്കിൽ. അപ്പം പെട്ടെന്ന് NaOH ആകുമ്പോൾ ഇതിന്റെ n ഫാക്ടർ 1 ആണ്. 1 ആവുമ്പോൾ നോർമാലിറ്റി കണ്ടുപിടിച്ചാൽ മതി. അത് തന്നെ ആയിരിക്കണം മൊളാരിറ്റിയും. അപ്പൊ ഓപ്ഷൻസ് നോക്കുമ്പം കുറെ ഓപ്ഷൻസിൽ ഒരു 3 എണ്ണത്തില് നോർമാലിറ്റി മൊളാരിറ്റി ഡിഫറെന്റ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഈ പ്രോബ്ലം ചെയ്ത് നോക്കേണ്ട ആവശ്യം പോലും വരത്തില്ല. അപ്പം ഇത് ആദ്യമേ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഹിൻസ് നമ്മൾ ആദ്യമേ ഒന്ന് അനലൈസ് ചെയ്യണം, എന്നിട്ട് ബാക്കി ചെയ്താൽ മതി. ഒന്ന് തനിയെ ഒന്ന് ചെയ്യാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഇപ്പം നമ്മൾ ആദ്യം മൊളാരിറ്റി കണ്ടുപിടിക്കുകയാണ്. ആദ്യം അതിന്റെ ഡെഫിനേഷൻ എഴുതാം. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ ഗ്രാം മോൾസ് ആണെന്ന് ഓർത്തോണം. മോൾസ് വരുന്നിടത്തെല്ലാം ഗ്രാം മോൾസ് ആണ്, എങ്ങും കിലോ മോൾസ് അല്ല. അപ്പം ഗ്രാം മോൾസ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അപ്പം നമ്പർ ഓഫ് മോൾസ് വേണം, പിന്നെ ലിറ്റർ ഓഫ് വോളിയം അല്ലെങ്കിൽ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ഓർ വോളിയം ഓഫ് സൊല്യൂഷനും വേണം. ഇത് രണ്ടും നമ്മുടെ ഇല്ല. അപ്പൊ നോക്ക്, നമുക്ക് പിന്നെ എന്തുവാണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്? നമുക്ക് ഡെൻസിറ്റി തന്നിട്ടുണ്ട്, ഡെൻസിറ്റി ഓഫ് ദി സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അപ്പൊ മാസ് അറിയാമെങ്കിൽ നമുക്ക് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി വോളിയം. അപ്പൊ അത് നമ്മൾ മാസ് ഇവിടെ അസ്യൂം ചെയ്ത് 100 kg ഓഫ് സൊല്യൂഷൻ ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് വോളിയം കണ്ടുപിടിക്കാം ഡെൻസിറ്റി യൂസ് ചെയ്തിട്ട്. ഒന്ന് ചെയ്ത് നോക്കി. നമുക്കിവിടെ മൊളാരിറ്റി കണ്ടുപിടിക്കാൻ മോൾസും ഇല്ല, വോളിയം ഓഫ് സൊല്യൂഷനും ഇല്ല. അപ്പം വോളിയം ഓഫ് നമ്പർ ഓഫ് മോൾസ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഡെഫിനിഷൻ നമുക്കറിയാം, നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു വെയിറ്റ് ബൈ മോളിക്യുലാർ വെയിറ്റ് ആണ്. നമ്പർ ഓഫ് മോൾസ് എന്തിന്റെ? ഓഫ് സൊല്യൂട്ട് ആണ്. സൊല്യൂട്ട് എന്ന് പറയുമ്പം ഇവിടെ NaOH. അപ്പം വെയിറ്റ് എന്ന് പറയുമ്പം എത്ര പെർസെൻറ്റേജ് ബൈ വെയിറ്റ് ആയിരുന്നു? 20% ആണ്. അപ്പം 20 കിലോഗ്രാംസ് നോക്കിക്കോണേ, 20 കിലോഗ്രാംസ്. മോളിക്യുലാർ വെയിറ്റ് NaOHന്റെ മോളിക്യുലാർ വെയിറ്റ് എത്രയായിരുന്നു? 40. 23 + 16 + 1 40 NaOHന്റെ മോളിക്യുലാർ വെയിറ്റ് ബൈ 40 kg per കിലോമോൾസ് ആണ്, കിലോഗ്രാം മോൾസ്.
അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 കിലോമോൾസ് ആണ് ആൻസർ. അതിനെ മോൾസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 500 മോൾസ്. അപ്പൊ മിക്ക പ്രോബ്ലത്തിലും ഈ ഒരു ഇഷ്യൂ ഉണ്ട്, അത് ശ്രദ്ധിക്കണം. അപ്പം ഇനി നമുക്ക് മോൾസ് ആയി, ഇനി വോളിയം വേണം. അപ്പൊ നമുക്ക് വോളിയം മാസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു, അറിയാം, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. ഇപ്പൊ വോളിയം ഇല്ല, ഇപ്പൊ വോളിയം ഈസ് ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി. ഇപ്പം എന്തിന്റെ ആണെന്നൂടെ വേണേ, വോളിയം ഓഫ് സൊല്യൂഷൻ, മാസ് ഓഫ് സൊല്യൂഷൻ, ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷന്റെ ആണ് വോളിയം നമുക്ക് ഡിനോമിനേറ്ററിൽ വേണ്ടത്. അപ്പം ഡെൻസിറ്റി, വോളിയം ഓഫ് സൊല്യൂഷൻ എടുക്കാൻ മാസ് ഓഫ് സൊല്യൂഷനും ഡെൻസിറ്റി ഓഫ് സൊല്യൂഷനും വേണം. അപ്പൊ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തത് 100 കിലോഗ്രാം സൊല്യൂഷൻ ആണ്. അപ്പൊ 100 ബൈ ഡെൻസിറ്റി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് ദി സൊല്യൂഷൻ 1.196. 1.196. ഇത് കിലോഗ്രാം. ദിസ് ഈസ് kilograms per liter. കിലോഗ്രാം പെർ ലിറ്റർ ഡെൻസിറ്റി. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോ എത്ര കിട്ടും ആൻസർ? ആ 83.62 ലിറ്റേഴ്സിന് കിട്ടും. ഇതാണ് വോളിയം ഓഫ് ദി സൊല്യൂഷൻ. അപ്പം വോളിയമായി, മോൾസ് ആയി. ഇനി മൊളാരിറ്റി കണ്ടുപിടിക്കാലോ. മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ്, ഗ്രാം മോൾസ് ആണ്, ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. ഇതിനൊക്കെ ഇതുണ്ട്. ഇനി പ്രോബ്ലത്തിൽ ml തന്നിരിക്കുന്നെങ്കിൽ അതിനൊക്കെ ലിറ്റേഴ്സിലേക്ക് മാറ്റണം. നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ 500 ആണ്. 500 മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ 83.62 ഒക്കെയാണ്. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5.9 സംതിങ് കിട്ടും. 5.9 മോളാർ. അപ്പം ഇവിടെ n ഫാക്ടർ 1 ആയതുകൊണ്ട് molarity is equal to normality is equal to 5.9 molar. ഇനി നമുക്ക് മൊളാലിറ്റി കണ്ടുപിടിക്കാം. മൊളാലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാം മോൾസ് ഓഫ് NaOH divided by kilograms of solvent. നമുക്കിത് രണ്ടും ഉണ്ട്. ഗ്രാം മോൾസ് ഓഫ് NaOH എന്ന് പറഞ്ഞാൽ 500 മോൾസ് ഉണ്ട്. കിലോഗ്രാം ഓഫ് സോൾവെന്റ് എന്ന് പറഞ്ഞാൽ 100 20 പോയാൽ 20 ആണ് NaOH, 80 ആണ് സോൾവെന്റ്. അപ്പം ബൈ 80 സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ആൻസർ അറൌണ്ട് 6.25 മോളാർ. മോൾസ് പെർ kg എന്നോ മോളാർ, സ്മോൾ ലെറ്റർ M. ഈ ആൻസർ കിട്ടിയ എല്ലാവർക്കും? കിട്ടി മിസ്. ഓക്കെ. ഇനിയിപ്പം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടെന്ന്. നോർമാലിറ്റി, ഇനി ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് ഇതൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ. H2SO4 solution has a molarity of 11.24 കാരണം ഇതിനകത്ത് and ഇതിപ്പം
അലൈൻമെന്റ് കുറച്ച് ഓർഡർ ഒക്കെ തിരിഞ്ഞു കിടക്കുക. ഇത് ഞാൻ നാളെ molality of 11.24 and molality of 94. Calculate the density of solution. H2SO4 solution has a molarity of 11.24 and molality of 94. Calculate the density of solution. ഒന്നൊന്ന് തനിയെ ഒന്ന് ചെയ്യാൻ ശ്രമിച്ച് രണ്ടിന്റെ ഡെഫിനേഷൻ എഴുതുക. എന്നിട്ട് ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ് കോമൺ ആയിട്ടുള്ളത് അതിൽ നിന്ന് ഡെഡ്യൂസ് ചെയ്ത് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കണം. അപ്പൊ ഡെൻസിറ്റി ആദ്യം നമ്മള് ഇന്നലെ യൂണിറ്റ്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് പറഞ്ഞതാ നമുക്കൊരു ലോജിക്കൽ അപ്രോച്ച് കൊടുത്ത് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും ഈവൻ ഇഫ് നമ്മൾ ഫോർമുല മറന്നുപോയെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ്സിന്റെ ബേസിസിൽ ഇതൊക്കെ ആവാം വരേണ്ടതെന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ് ഇക്വേഷൻ. എന്ന് പറഞ്ഞാൽ ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം പെർ ലിറ്റർ. അപ്പൊ നമുക്ക് മാസ് കണ്ടുപിടിക്കാം, വോളിയം കണ്ടുപിടിച്ചാൽ കിലോഗ്രാംസ് പെർ ലിറ്റർ ഡെൻസിറ്റി കിട്ടും. അപ്പൊ അതൊന്ന് ആ ഒരു അപ്രോച്ചിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയ ആൻസർ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ബേസിസ് എടുക്കണം. നമുക്ക് ഇവിടെ ഈ നേരത്തെയൊക്കെ പെർസെൻറ്റേജ് ബൈ മാസ് അല്ല മാസ് ബേസിസിൽ ഒരു പെർസെൻറ്റേജ് തന്നിരുന്നു, അല്ലെങ്കിൽ വോളിയം സൊല്യൂഷന്റെ വോളിയം ഒക്കെ പറഞ്ഞിരുന്നു. ഇവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ഫോർ റീസൺസ് ഓഫ് കാൽക്കുലേഷൻ നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ ഉള്ളത് 1 ലിറ്റർ സൊല്യൂഷൻ ആണ്. ഈ 1 ലിറ്റർ സൊല്യൂഷന്റെ കണക്കിൽ വേണം നിങ്ങൾ ഈ നമ്പേഴ്സ് വെച്ച് ബാക്കിയെല്ലാം ചെയ്യാനായിട്ട്. ഓക്കെ, ആർക്കെങ്കിലും കിട്ടിയ ആൻസർ കിട്ടിയവരാരെങ്കിലും ഉണ്ടോ? ഓക്കെ, നമുക്ക് സോൾവ് ചെയ്യാം. അപ്പം മൊളാരിറ്റി ഒന്നുകൂടെ വാല്യൂസ് ഞാൻ എടുത്തെഴുതുക. ക്വസ്റ്റ്യൻ തന്നേക്കുന്ന മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ 11.24 ആണ്. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ 94 ആണ്. നമ്മൾ എടുത്തേക്കുന്ന ബേസിസ് ഇവിടെ നേരത്തെ ക്വസ്റ്റ്യനിലെല്ലാം ക്ലിയർ ആയിട്ട് പെർസെൻറ്റേജ് ബൈ വെയിറ്റ് എന്നൊക്കെ തന്നു. അപ്പൊ നമുക്ക് 100 kg ആണ് ടോട്ടൽ സൊല്യൂഷൻ ഉള്ളതെന്ന് അസ്യൂം ചെയ്യാം. അതിനകത്ത് അങ്ങനെയാണെങ്കിൽ 20 kg NaOH ഉണ്ടെന്ന്. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു കണക്കൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഡെൻസിറ്റി തന്നിരിക്കുന്ന സ്ഥിതിക്ക് നമ്മൾ അസ്യൂം ചെയ്യുവാണ് പെർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ പെർ ലിറ്റർ ഓഫ് ഇതാണല്ലോ വേണ്ടിയുള്ളത്, പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അപ്പൊ നമ്മൾ പറയാം നമ്മുടെ കയ്യിൽ 1 ലിറ്റർ സൊല്യൂഷൻ ഉണ്ട്, 1 ലിറ്റർ ഓഫ് മൊളാരിറ്റി ഇത്രയും, മൊളാരിറ്റി ഇത്രയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഓരോന്നിന്റെ ഡെഫിനിഷൻ എഴുതാം. മൊളാരിറ്റി എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ഗ്രാം മോൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ അല്ലെങ്കിൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. നമ്പർ ഓഫ് മോൾസ് ഗ്രാം മോൾസ്.
ഗ്രാംസ് അല്ല, ഗ്രാം മോൾസ്. ഓക്കെ, അപ്പൊ മൊളാരിറ്റി എന്ന് പറഞ്ഞാല് ഇവിടെ തന്നേക്കുന്ന 11.24, ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ്. ഓഫ് സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ H2SO4 സൊല്യൂഷൻ ആയതുകൊണ്ട് സൊല്യൂട്ട് H2SO4 ആണ് സൊല്യൂട്ട്, ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് 1 ലിറ്റർ ആണ്, ബൈ 1. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2SO4 എന്ന് പറഞ്ഞാല് 11.24 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 11.24 മോൾസ് ആണ്. അപ്പം മോൾസ് കിട്ടിയാൽ നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കാമല്ലോ. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഓഫ് H2SO4 ആണെങ്കിൽ ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് H2SO4 divided by molecular weight of H2SO4. അപ്പം ഇതില് നമുക്ക് ഈക്വേഷനിൽ നമ്പർ ഓഫ് മോൾസ് അറിയാം, മോളിക്കുലാർ വെയിറ്റ് ഓഫ് H2SO4 അറിയാം. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഓഫ് H2SO4 നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇതിന്ന് വെയിറ്റ് ഓഫ് H2SO4 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് H2SO4 എന്ന് പറഞ്ഞാല് മോളിക്കുലാർ വെയിറ്റ് ഓഫ് H2SO4 എത്രയായിരുന്നു? പെട്ടെന്ന് പറഞ്ഞേ, നോക്കാതെ പറഞ്ഞേ, ഓർത്ത് പറഞ്ഞേ. എത്ര മോളിക്കുലാർ വെയിറ്റ് ഓഫ് 98 ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് H2SO4 ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു 11.24. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ആൻസർ? 1101.52. 1101.52 ഗ്രാംസ് ആണ്. അപ്പൊ ഇതിന് കിലോഗ്രാംസിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1.101 കിലോഗ്രാംസ്. ഓക്കെ, വെയിറ്റ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് കിട്ടി. ഇനി നമുക്ക് അടുത്തത് മൊളാരിറ്റിയുടെ ഡെഫിനിഷനിലേക്ക് പോവാം. നമുക്ക് ഇവിടെ വേണ്ടത് ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ ആണ്. അപ്പം ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂഷൻ ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. വോളിയം ഓഫ് സൊല്യൂഷൻ നമ്മൾ ഇവിടെ ബേസിസ് എടുത്തു 1 ലിറ്റർ എന്നുള്ളത്. മാസ് ഓഫ് സൊല്യൂഷൻ വേണം. അപ്പൊ നമുക്ക് ഇപ്പം മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ബൈ ഡെഫിനിഷൻ ഓഫ് സൊല്യൂഷൻ നമ്മൾ പഠിച്ചു, സൊല്യൂഷൻ ഈസ് എ മിക്സ്ചർ ഓഫ് കോമ്പിനേഷൻ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് സൊല്യൂട്ട് പ്ലസ് മാസ് ഓഫ് സോൾവെന്റ് വിൽ മേക്ക് ദ മാസ് ഓഫ് സൊല്യൂഷൻ. അപ്പൊ നമുക്ക് ഈ മൊളാരിറ്റിയുടെ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് വെയിറ്റ് അല്ലെങ്കിൽ മാസ് ഓഫ് H2SO4 എന്ന് പറഞ്ഞാൽ ഇത് സൊല്യൂട്ടിന്റെ മാസ് ആണ്. മാസ് ഓഫ് സൊല്യൂട്ട് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് മാസ് ഓഫ് സോൾവെന്റ് ആണ്. അപ്പം മാസ് ഓഫ് സോൾവെന്റ് എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. അപ്പൊ നമുക്ക് മൊളാലിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ മൊളാലിറ്റി ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് H2SO4 അല്ലെങ്കിൽ സൊല്യൂട്ട് പെർ kg ഓഫ് സോൾവെന്റ്. എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് നത്തിങ് ബട്ട് ദി മാസ് ഓഫ് ദി സോൾവെന്റ്. അപ്പൊ ഇത് സോൾവ് ചെയ്യാം. ഇപ്പൊ മൊളാലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. മൊളാലിറ്റി എന്ന് പറഞ്ഞാല് 94 ആണ്. അപ്പൊ 94 ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് H2SO4 എന്ന് പറയുമ്പം നമ്മളിവിടെ കണ്ടുപിടിച്ച് 11.24 ഡിവൈഡഡ് ബൈ kg ഓഫ് സോൾവെന്റ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സോൾവെന്റ്. അപ്പം എമൗണ്ട് ഓഫ് സോൾവെന്റ് എന്ന് പറഞ്ഞാല് 11.24 ഡിവൈഡഡ് ബൈ 94. ഇത് എത്ര കിട്ടും ആൻസർ? 0.1195 kilograms.
അപ്പൊ നമുക്ക് ഇവിടെ കിലോഗ്രാം ഓഫ് സോൾവെന്റിൽ വന്നത് കൊണ്ടാണ് ഇവിടെ നമ്മൾ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഗ്രാംസിൽ കിട്ടിയതിന് കൺവേർട്ട് ചെയ്ത് കിലോഗ്രാംസിലേക്ക് ആക്കിയത്. ഇന്നലെ യൂണിറ്റ്സ് പഠിപ്പിച്ചപ്പം പഠിച്ചായിരുന്നു. നമുക്ക് ഒരു യൂണിറ്റ് ഡിഫറെന്റ് കമ്പോണൻസ് ആഡ് ചെയ്യണമെങ്കിൽ എല്ലാം സെയിം യൂണിറ്റ്സിൽ കിടന്നാലേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് മാസ് ഓഫ് സോൾവെന്റ് കിട്ടി, മാസ് ഓഫ് സൊല്യൂട്ട് കിട്ടി. അപ്പൊ മാസ് ഓഫ് സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ മാസ് ഓഫ് H2SO4 സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് മാസ് ഓഫ് H2SO4 എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് പ്ലസ് മാസ് ഓഫ് സോൾവെന്റ്. അപ്പൊ മാസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് ഇവിടെ കിട്ടിയത് 1.101 kilograms പ്ലസ് 0.1195 kilograms. കണ്ടോ? ആദ്യത്തേൽ ഇനി നമ്മൾ ഈ യൂണിറ്റ് കൺവേർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? 1000 ഈ ഗ്രാംസ് പ്ലസ് ഈ കിലോഗ്രാംസ് എഴുതി വെച്ചിട്ട് അതിലൊരു കിലോഗ്രാംസിൽ ആൻസറിലേക്ക് പോകും. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. സെയിം യൂണിറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ എത്ര കിട്ടും? ഇത് എത്ര കിട്ടും ആൻസർ? എത്രയാ? കേൾക്കുന്നില്ല. 0.22 ആണോ? 0.22 1.101 പ്ലസ് 0.1195. 1 എവിടെ പോയി? 1.220 എന്നാ പറഞ്ഞത്. ഏതാ? 1.22 എന്നാ പറഞ്ഞത്. ഓക്കെ, 1 കേട്ടില്ല കേട്ടോ, സോറി. ഓക്കെ, 1.2205 kilograms. So this is the mass of solution. ഇനി നമുക്ക് ഡെൻസിറ്റി വേണം. Density is equal to mass by density of solution is equal to mass of solution by volume of solution. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് മാസ്സായി ഇപ്പൊ വോളിയം നമ്മൾ ആദ്യമേ അസ്യൂം ചെയ്തു എത്രയാന്നുള്ളത് 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആന്നുള്ളത്. സോ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1.2205 kilograms ബൈ വോളിയം എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ആണ് അസ്യൂം ചെയ്തത്. സോ ഡെൻസിറ്റി ഈസ് 1.2205 kilograms per liter. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെ വന്നാല് ഈ സൊല്യൂട്ടും സോൾവെന്റും സൊല്യൂഷനും അത് ഒരു പ്രോബ്ലം തരുമ്പോ ഇതിൽ ഏതാണ് സൊല്യൂട്ട്, ഏതാണ് സോൾവെന്റ്, ഏതാണ് സൊല്യൂഷൻ, എങ്ങനെയാണ് സൊല്യൂഷന്റെ വാല്യൂസ് വരുന്നത്, ഇത് ആദ്യം ക്ലിയർ ആക്കണം. പിന്നെ ബേസിസ് ഞാൻ പറഞ്ഞ പോലെ പെർസെൻറ്റേജ് കണക്കി പറയുന്ന 100 kilograms 100 ml ഒക്കെ എടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് 1 ലിറ്റർ ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ലിറ്റർ അസ്യൂം ചെയ്യാം, 100 ലിറ്റർ അസ്യൂം ചെയ്യാൻ വേണമെങ്കിൽ 1000 ലിറ്റർ അസ്യൂം ചെയ്യാം. അതനുസരിച്ച് നിങ്ങൾക്ക് സ്കെയിൽ വാല്യൂസ് ഇന്റർചേഞ്ച് ചെയ്യാം. സോ ഓൾമോസ്റ്റ് ഓൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്, ഓൾ പാറ്റേൺസ്. അപ്പം ഈ ഫോർമുല ക്ലിയർ ആക്കുക. ഇപ്പൊ ഒരു ഡേറ്റ മിസ്സിംഗ് ആണെങ്കിൽ അതിലേക്ക് എങ്ങനെ നമുക്ക് അതിനെ കണ്ടുപിടിക്കാൻ പറ്റും, വേറെ ഏതൊക്കെ ഇക്വേഷൻസ് യൂസ് ചെയ്തുള്ളത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പോലെ ആയിരുന്നു. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഇൻഡയറക്റ്റ് ആണ്, പക്ഷെ അതും സിമ്പിൾ ആണ്. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ അറിയാം, മാസ് ബൈ വോളിയം എന്നുള്ളത്. അപ്പൊ മാസ് ഡെൻസിറ്റി ഓഫ് എന്താണ്? സൊല്യൂഷൻ ആണ്. അപ്പൊ മാസ് ഓഫ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക, വോളിയം ഓഫ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. വോളിയം ഓഫ് സൊല്യൂഷൻ ഈസി ആണ്, പക്ഷേ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, മാസ് ഓഫ് സൊല്യൂട്ട് പ്ലസ് മാസ് ഓഫ് സോൾവെന്റ് വിൽ ഗീവ് യു ദി മാസ് ഓഫ് സൊല്യൂഷൻ.
അപ്പൊ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് വി ക്യാൻ അറൈവ് അറ്റ് ദി ഫൈനൽ ആൻസർ. സോ ഇത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മിസ് ഓക്കെ, അപ്പം ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ് ദി സെഷൻ ഹിയർ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എക്സ്ട്രാ പ്രോബ്ലംസ് ചെയ്യാം. ഫോർ ദ ടൈം ബീങ് ഈ ഒരു സെഷനിൽ നിന്ന് ഈ കോമ്പസിഷൻ ഓഫ് ലിക്വിഡ്സിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാ ഫോമുലയും സിലബസിൽ പറഞ്ഞിരിക്കുന്ന കണ്ടൻസിന്റെ ഫോമുല എല്ലാം നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫോമുല കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എങ്ങനെ പ്രോബ്ലം വന്നാലും അത് ചെയ്യാൻ പറ്റേണ്ടതാണ്. പിന്നെ ഇതിനകത്ത് ചെയ്യാനുള്ള ശ്രദ്ധിക്കേണ്ട കേസ് ഒന്ന് മോളിക്കുലാർ വെയിറ്റ്, കോമ്പൗണ്ടിന്റെ ഫോമുല അറിഞ്ഞിരിക്കണം. അപ്പൊ നോർമൽ യൂഷ്വൽ കോമ്പൗണ്ട്സ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ഫോമുല അവർ സ്പെസിഫൈ ചെയ്യത്തില്ല. അപ്പൊ അതിന്റെ ഫോമുല എന്താണ് നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വേണം. അതിൽ നിന്ന് മോളിക്കുലാർ വെയിറ്റ് കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. പിന്നെ ഓരോ ഡെഫിനേഷനിലും ഗ്രാംസ് ആണോ കിലോഗ്രാംസ് ആണോ ലിറ്റർ ആണോ മില്ലി ലിറ്റർ ആണോ ഫോമുലയിൽ എങ്ങനെയാണോ ഡിഫൈൻ ചെയ്തേക്കുന്ന ആ പെർട്ടിക്കുലർ യൂണിറ്റിൽ തന്നെ നമ്മൾ വാല്യൂസ് അതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇതല്ലാതായി പോയാൽ നമുക്ക് ബാക്കി എല്ലാം ചെയ്യാൻ അറിയാം. ഈ ഒരു സിമ്പിൾ ഒരു കാര്യം ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ ആ ക്വസ്റ്റ്യന്റെ മാർക്ക് പോവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോ നമുക്കെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്താലോ? താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. Thank you, Miss.